ലോകമാനമുള്ള ഫ്ലവേഴ്സ് ടിവിയുടെ പ്രേക്ഷകർക്ക് നമ്മുടെ ഈ 360 ഡിഗ്രി ഗെയിം ഷോയിലേക്ക് സ്വാഗതം. നമ്മുടെ സെറ്റിൽ ഈ കാണുന്ന 360 ഡിഗ്രി അല്ലാണ്ട് ഇവിടെ ചുറ്റുമുള്ള ആൾക്കാരും നിങ്ങളും ഒക്കെ ഉൾപ്പെട്ട ഈ ഷോയിലേക്ക് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ടു ദ ഷോ എവരിവൺ. വേറെ കുറച്ച് താരങ്ങൾ ഇവിടെ ഉണ്ട്. ആ താരങ്ങളെ സ്വാഗതം ചെയ്യണ്ടേ? നമ്മുടെ ഓഡിയൻസ് വെൽക്കം. നമ്മുടെ ബാക്കിലുള്ള ആ നിലവറയ്ക്കകത്തുള്ള സാധനങ്ങൾ സൂക്ഷിക്കുന്ന, ആ നിലവറയുടെ കാര്യങ്ങളെല്ലാം നോക്കുന്ന ഒരാളുണ്ട്. നമ്മുടെ ബറോസ്. നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ നിലവറ തൻ റാണി മീനാക്ഷി സുധീർ. മീനാക്ഷി, എങ്ങനെയുണ്ട്? കാര്യങ്ങളെല്ലാം സെറ്റ് ആക്കിയിട്ടില്ലേ? കംപ്ലീറ്റ് ഉഷാറാണ് മിഥുൻ ചേട്ടാ. അവിടെ എന്തായി കാര്യങ്ങൾ? ചോദ്യങ്ങളൊക്കെ സെറ്റ് ആണോ? ചോദ്യങ്ങളെല്ലാം സെറ്റ് ആണ്. അവിടെ കൊടുക്കാനുള്ള സമ്മാനങ്ങളിൽ പുതുമ വല്ലതും വന്നിട്ടുണ്ടോ? ഞാൻ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പിറ്റാപ്പള്ളിയിൽ ഏജൻസീസ് എല്ലാ ഗിഫ്റ്റും ഇങ്ങനെ റീസ്റ്റോക്ക് ചെയ്ത് തന്നിട്ടുണ്ട് നമുക്ക്. ആണല്ലേ? യെസ്. അപ്പൊ മീനാക്ഷി ഓൾ സെറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് നേരെ കളികളിലേക്ക് കടക്കാം അല്ലേ? Time to welcome our smart stars. First smart stars are Ramya Suresh and Devika Krishnan. മന്ദാരപ്പൂവേ മന്ദാരപ്പൂവേ കണ്ണാടി കൈവര നോക്കിയതാരെ എല്ലാരും കാതിൽ നിന്നോമൽക്കാരെ കിന്നാരം പോലെ നീ ചൊല്ലിയതാരെ. Come. Thank you dancers. Thank you. അവിടേക്ക് പോയി നിൽക്കാം. ആ പഴയ സോഷ്യൽ മീഡിയയിലെ താരം എവിടെ പോയി രമ്യ? അതായത് എല്ലാവരും എന്നെ അടിച്ചമർത്തുന്നുണ്ടോ രമ്യയെ? രമ്യയെ ശരിക്കും പറഞ്ഞ രമ്യ ദുബായ് ആയിരുന്നല്ലോ. ദുബായിൽ അവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന കാലം തൊട്ട് നമുക്കറിയാവുന്നതാണ്. എന്തിന് ഒരുമിച്ച് നമ്മൾ ഓഡിഷൻസിന് പോയിട്ടുള്ള ആൾക്കാരാണ്. കുട്ടൻപിള്ളയുടെ ശിവരാത്രി ഒരുമിച്ച് ഓഡിഷൻ ചെയ്ത് കയറിയ ആൾക്കാരുമാണ്. അപ്പോ രമ്യ അന്ന് വൈറലായ ഒരു പാട്ടുണ്ട്. എന്തായിരുന്നു രമ്യ? അന്ധകാര പറമ്പിൽ വെട്ടിക്കീള ചഞ്ചാറു കാച്ചിൽ നട്ടു, അന്ധകാര പറമ്പിൽ വെട്ടിക്കീള ചഞ്ചാറു കാച്ചിൽ നട്ടു, കിഴക്കോട്ടും വടക്കോട്ടും പടിഞ്ഞാട്ടും തെക്കോട്ടും കാച്ചിലിൻ വേരിറങ്ങി, കാച്ചിൽ കണ്ടു, കാച്ചിലിന്റെ മല്ലിയിലും കാച്ചിൽ കണ്ടു, വെട്ടിപ്പുഴുങ്ങുവാനായി പാത്രങ്ങൾ സ്തോത്രഗീതങ്ങൾ പാടി. ആക്ച്വലി ഈ പാട്ട് ഒരു കോളേജിന് വേണ്ടിട്ട് ഒരാൾ എഴുതിയത് 30 വർഷങ്ങൾക്ക് മുമ്പ്. ഇങ്ങനെയല്ല ഇതിന്റെ ലിറിക്സ്. ഇത് ഒരു വട്ടം ഞാനൊരു കോമഡി ഷോയിൽ കേട്ടപ്പോ പെട്ടെന്ന് അതെന്റെ മൈൻഡിൽ കയറി. അന്നൊരു പ്രാവശ്യം ഇങ്ങനെ കൂട്ടുകാരുടെ ഗ്രൂപ്പിൽ ജീവിതം മാറി. ഇപ്പൊ സത്യസാറിന്റെ പടങ്ങളിൽ വരെ കറക്റ്റ് ആയിട്ട് ഒരുപാട് മികച്ച കഥാപാത്രങ്ങൾ രമ്യ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. ക്യാരക്ടേഴ്സ് എല്ലാം മികച്ചതായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം എന്റെ സോഷ്യൽ മീഡിയയിലും താരമായിട്ട് നിൽക്കുന്നു വീണ്ടും അല്ലേ? എനിക്ക് വയ്യ. അപ്പൊ അങ്ങനെ അത്രയും കുറെ വർഷങ്ങളായിട്ട് അറിയാവുന്ന ആളും കൂടിയാണ് ദേവിക. ദേവിക കൃഷ്ണൻ, വെൽക്കം. ഇൻഡസ്ട്രിയിലോട്ടുള്ള വരവ് എങ്ങനെയാണ്? ഞാൻ കൊച്ചിലേ തൊട്ടേ ഇൻഡസ്ട്രിയിലുണ്ട്. ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് വന്നതാണ്. ആങ്കറിങ് ചെയ്തിട്ടുണ്ട്, കുറെ പരിപാടികൾ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഒരു ചെറിയ ബ്രേക്ക് എടുത്തു പഠിത്തം കാര്യങ്ങളൊക്കെ ആയിട്ട്. എന്നിട്ട് പിന്നെ സുമേഷ് രമേഷിലൂടെ പഠിത്തത്തിനാണോ ബ്രേക്ക് എടുത്തേക്കുന്നത്? ഇപ്പൊ പഠിത്തത്തിൽ വിട്ടു. മൊത്തത്തിലങ്ങ് ബ്രേക്ക് ചെയ്തു. MBA കഴിഞ്ഞു ഞാനിപ്പോ. സോ അതുകൊണ്ട് പഠിത്തം കഴിഞ്ഞു. ഇപ്പം ഏതെങ്കിലും പ്രോജക്ട്സിൽ വർക്കിംഗ് ആണോ? ഞാൻ 2 തമിഴ് സിനിമ ചെയ്തു. ഒരെണ്ണം ചെയ്തുകൊണ്ടിരിക്കുവാണ് ഹീറോയിൻ ആയിട്ട്. അതില് ഒരെണ്ണം അരിക്കൊമ്പൻ ഗോയിങ് ടു റിലീസ്. അവരങ്ങ് ചെയ്തു. അതെ, ഇപ്പം ഏപ്രിലാണ് റിലീസ്. ഒരെണ്ണം നമ്മൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുക. അറിയാലോ, കൈ നിറയെ സമ്മാനങ്ങളുമായിട്ടാണ് പോകേണ്ടത്. പക്ഷെ നിങ്ങളുടെ എതിരാളികൾ വരുന്നുണ്ട്. നിങ്ങളുടെ എതിരാളികളെ സ്വാഗതം ചെയ്യണ്ടേ? അഗൈൻ സോഷ്യൽ മീഡിയയിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള 2 സ്റ്റാർസ്. അത് ഹസ്ബൻഡ് വൈഫ് ഡുവോ ആണ്. ലെറ്റ്സ് വെൽക്കം റോഷൻ ആൻഡ് മറിയ. വരൂ. Please welcome. Hi. Hello. Roshan, Maria, welcome.
താങ്ക് യു. ഈ റോഷന്റെ ബ്ലോഗുകളിലൊക്കെ മറിയുമ്പോ വരാറുണ്ടോ? അതെ. വരാറുണ്ടല്ലോ അല്ലേ? അതെ. തുടക്കത്തിൽ റോഷനല്ലേ ഇത്? അതെ, തുടക്കത്തിൽ ഞാൻ ഫാമിലി ആയിട്ടൊക്കെ അനിയത്തിയായിരുന്നല്ലേ മെയിൻ? അതെ, ചെറുതായിട്ട്. അനിയത്തിയായിരുന്നു എല്ലാ പ്രാങ്കുകളുടെയും. അങ്ങനൊന്നുമില്ല, അനിയനും അനിയത്തിയും ഉമ്മയും എല്ലാവരും വെച്ചിട്ടുണ്ടല്ലേ? എങ്ങനെയാണ് തുടങ്ങിയത്? വ്ളോഗ്സിലോട്ട് എത്തിയത് എങ്ങനെയാ? വ്ളോഗ്സിലൊക്കെ എത്തിയത് എനിക്കൊരു ട്രാവൽ ഏജൻസി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് ഇങ്ങനെ റണ്ണിങ് ആയി പോകാൻ വേണ്ടിട്ട് ഞാൻ വിചാരിച്ചു മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിട്ട് നല്ലൊരു പരിപാടി ഇതാണല്ലോ. അതായത് ഒരുപാട് പേരെ മുന്നിൽ നമ്മൾ സംസാരിക്കുന്നുണ്ട്. അപ്പോ നമുക്കൊരു ക്യാമറന്റെ മുന്നിൽ സംസാരിച്ചാൽ കുഴപ്പമില്ലല്ലോ. അപ്പൊ അങ്ങനെ അങ്ങോട്ട് ചെയ്ത് തുടങ്ങിയതാണ്. ട്രാവൽ ബ്ലോഗാ തുടങ്ങിയത്. പിന്നെ ലോക്ക്ഡൌൺ ഒക്കെ വന്നപ്പോ ട്രാവൽ ചെയ്യാൻ പറ്റൂല. അപ്പൊ ഞാനിങ്ങനെ ചുറ്റും നോക്കിയപ്പോ പിന്നെ നമുക്ക് അതെ. അപ്പൊ സൈബമോള് ആ ടൈമിൽ നമ്മൾ ലോക്ക്ഡൌണിൽ ഇരിക്കുമ്പോ സൈബമോളൊക്കെ വെറുതെ ഞാനിങ്ങനെ കരയിപ്പിക്കുന്നൊക്കെ ഉണ്ട്. അതൊരു രസം, എന്റർടൈൻമെന്റ്. എനിക്ക് യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ 2 മില്യൺ. ഏതൊക്കെ ബട്ടൺ കിട്ടി ഇതുവരെ? ഗോൾഡൻ കിട്ടി, ഗോൾഡൻ ബട്ടൺ കിട്ടി അല്ലേ? ഓക്കെ. മറിയ അതിനുശേഷം ഇദ്ദേഹം യൂട്യൂബർ ആയതിനു ശേഷമാണോ കല്യാണം കഴിക്കുന്നത്? അതെ. ആണല്ലേ? ആണെന്ന് അറിഞ്ഞുകൊണ്ടാണോ കല്യാണം കഴിച്ചത്? ഇല്ല. പരിചയപ്പെടുമ്പോ മാത്രം അറിയില്ല എന്നാ പറഞ്ഞിട്ടുള്ളത്. അല്ല, പരിചയപ്പെടുന്ന സമയത്ത് യൂട്യൂബറാന്ന് അറിയില്ലായിരുന്നു. നമ്മൾ ഫ്രണ്ട്സ് ആയിരുന്നു. നമ്മളൊരു ട്രെയിനിൽ വെച്ചാ പരിചയപ്പെടുന്നത്. അപ്പൊ റാൻഡം ആയിട്ട് ഒരു ചെറിയ ഹെൽപ്പിന് വേണ്ടിയിട്ട് ആളുടെ അടുത്ത് ചോദിക്കാണ്ടായത്. അന്ന് എന്റെ കയ്യില് ലിക്വിഡ് ക്യാഷ് ഉണ്ടായില്ല. ട്രെയിനിലൊക്കെ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ലിക്വിഡ് ക്യാഷ് നിർബന്ധ. അപ്പൊ ആ സമയത്ത് ഇയാള് സൈഡിലിരിക്കുന്നുണ്ട്, ഭയങ്കരമായിട്ട് കോൾ ചെയ്തോണ്ടിരിക്കുക. അപ്പൊ ഞാൻ ആളുടെ അടുത്ത് ചോദിച്ചു, പിന്നെ ലിക്വിഡ് ക്യാഷ് ഉണ്ടോന്ന്. അങ്ങനെയാണ് പരിചയപ്പെടുന്നത്. പക്ഷെ പരിചയപ്പെടുന്ന സമയത്ത് ഞാൻ വിചാരിച്ചിട്ടൊന്നുമില്ല ഇത്ര കണക്ട് ആവും, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലേക്ക് അവിടേക്ക് നമുക്ക് വരാം. ലിക്വിഡ് ക്യാഷ് കൊടുത്തിട്ട് തിരിച്ചു തരാൻ GPay നമ്പർ തന്നു അല്ലേ? എന്തായാലും വേറെ പറഞ്ഞിട്ട് കാര്യമല്ലോ. ആ കുട്ടിയെ തന്നെ ജീവിത പങ്കാളിയായിട്ട് കിട്ടിയില്ലേ? അതെ, ഇതിനപ്പുറം വേറെ ഒന്നും പറയാനില്ലല്ലോ. അതെ, ഇവള് ഹാപ്പിയായി. കാരണം എന്നെ പോലത്തെ നല്ലൊരാളെ കിട്ടിയില്ലേ. അത് ഞാൻ ഗൂഗിൾ പേക്ക് താങ്ക്സ്. എനിക്ക് ഇടയ്ക്ക് നിലവറയിൽ കിട്ടും, അപ്പൊ ഞാൻ ചോദിച്ചോളാം. ബട്ട് വെൽക്കം റോഷൻ ആൻഡ് മറിയ, വെൽക്കം. അപ്പൊ നമുക്ക് നേരെ ഗെയിമിലേക്ക് കടക്കാം. ഈ ഗെയിമിലോട്ട് കടക്കുമ്പോ ഫസ്റ്റ് റൗണ്ടിലേക്ക് കടക്കാം. റൗണ്ട് 1 റാപ്പിഡ് ഷോപ്പിംഗ് റൗണ്ട്. ഓടു വാരു നേടു. നിങ്ങൾക്ക് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ആർക്ക് വേണേലും ഉത്തരം തരാം. ഇത് ഓപ്പൺ ക്വസ്റ്റ്യൻ ആണ്. രണ്ട് ചോദ്യമാണ് ഉണ്ടാവുക. ഓരോ ചോദ്യത്തിനും 1000 പോയിന്റ്. ആദ്യം ഉത്തരം പറയണം എന്നുള്ളവർക്ക് ബസർ അടിക്കാം. ബസർ അടിച്ച് പറയുന്ന ആൾ ഉത്തരം തെറ്റിച്ചാൽ മാത്രമേ അടുത്ത ആളിലേക്ക് ഇത് പാസ് ആവൂ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് വളരെ രസകരമായിട്ടുള്ള ഒരു ചോദ്യമാണ്. ഒരു പഴഞ്ചൊല്ല്, ഇപ്പൊ നിലവിലുള്ള ഒരു പഴഞ്ചൊല്ല് അനുസരിച്ച് അമ്മയ്ക്ക് പ്രാണവേദന വന്നപ്പോൾ മകൾ വായിച്ചത് എന്താണ്? കുറച്ച് സ്പീഡ് കൂടുതലാണ്. സ്പീഡോ? മറിയ അതിനകത്താണ് ഇരുന്നത്. മറിയ പിടിച്ചതേ ഉള്ളൂ. പ്രാണവേദന വന്നപ്പോൾ മകൾ വായിച്ചത് എന്താണ്? മിഥുനേട്ട സത്യത്തിൽ പുതിയ കാലഘട്ടത്തിൽ ഒരു ഗിറ്റാർ എടുത്ത് വായിക്കായിരുന്നു, പക്ഷേ വീണയാണ് ശരിയായ ഉത്തരം. എന്ത് ചെയ്യാം അല്ലേ? അപ്പോ റാപ്പിഡ് ഷോപ്പിംഗ് റൗണ്ട് ആണ്. നിലവറ തുറക്കാൻ പോവാണ്. 1000 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നേരെ ഒന്ന് മീനാക്ഷിയിലോട്ടോ. മീനാക്ഷി, സൺഫ്ലവർ ഓയിൽ ഉണ്ട്, വെളിച്ചെണ്ണയുണ്ട്, ചിക്കൻ ഉണ്ട്, മിഥുൻ ചേട്ടാ ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എവറിങ് ഇസ് റൈറ്റ് ഹിയർ. എന്നാ 2 പാക്കറ്റ് കർപ്പൂരം എടുത്തേ. അതങ്ങനെ വെറുതെ തരാൻ പറ്റില്ല. അവര് ശരി ഉത്തരം പറഞ്ഞില്ലേ? അല്ല, അവിടെ ഉണ്ടോന്ന് അറിയാൻ സംഭവങ്ങളെല്ലാം ഉണ്ട്. അത് ഞാനല്ല എടുക്കണ്ടേ, അവരാണ് എടുക്കേണ്ടത്. അപ്പൊ നമ്മുടെ സ്മാർട്ട് സ്റ്റാർസിനെ ഇങ്ങോട്ട് വിടാനുള്ള സമയമായി. ക്രൈറ്റീരിയ ഞാൻ ഇപ്പൊ പറഞ്ഞു തരാം. അപ്പൊ അവിടെ നിങ്ങൾക്ക് കിട്ടിയ 1000 പോയിന്റ്സ് ഇതിനകത്തേക്ക് കയറുമ്പോൾ 1000 രൂപയാകുന്നതായിരിക്കും. ഓൾ യു ഹാവ് ടു ഡു ഇസ് എന്റെ പുറകിൽ കാണുന്ന ആ ഗ്രോസറി ഷെൽഫിൽ നിന്നും ഗ്രോസറീസ് പർച്ചേസ് ചെയ്യുക ഫോർ ദ സെയിം പ്രൈസ്. ആൻഡ് പുറത്തിറങ്ങുമ്പോൾ മിഥുൻ ചേട്ടൻ അത് സ്കാൻ ചെയ്യുന്നതായിരിക്കും. 1000 രൂപയ്ക്ക് മുകളിൽ ആണെങ്കിൽ അത് കംപ്ലീറ്റ്ലി നമ്മൾ തിരിച്ചെടുക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് വീട്ടിൽ കൊണ്ടുപോകാം. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന ടൈം ലിമിറ്റ് ഇസ് 30 സെക്കൻഡ്സ്. ഈ 30 സെക്കൻഡിനുള്ളിൽ സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് നിലവറ അടയ്ക്കുന്നതിന് മുമ്പിൽ പുറത്തേക്ക് കടക്കുക. താങ്ക് യു മീനാക്ഷി, താങ്ക് യു. അവരെ ഇപ്പൊ അങ്ങോട്ട് വിടാം. ഓടു വാരു നേടു. ഇതിനുള്ളിൽ ഗ്രോസറീസ് ഷോപ്പ് ചെയ്യുക. 1000 രൂപയിൽ കൂടരുത് കേട്ടോ, 1000 രൂപയിൽ കൂടരുത്. ബൂസ്റ്റ് എടുത്തിട്ടുണ്ട്, വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. പോകുവാണോ? യെസ്, 10 സെക്കൻഡ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് അറിയാൻ പോയിരിക്കുകയാണ്.
ബാക്ക്ഗ്രൗണ്ട് ക്ലോക്ക് നോക്കിയേ, ബാക്ക്ഗ്രൗണ്ട് ക്ലോക്ക് നോക്കിയേ. ഇനി 8 സെക്കൻഡ് സമയമുണ്ടായിരുന്നു. എന്തൊക്കെ കയ്യിൽ കിട്ടിയതൊക്കെ എടുത്തു. ഇനി 8 സെക്കൻഡ് സമയമുണ്ടായിരുന്നു. ശ്ശേ. ഇഷ്ടം പോലെ സമയമുണ്ടായിരുന്നു. പക്ഷെ പറയാൻ പറ്റില്ല, ഇതിന് 1000 രൂപ വരുന്ന എനിക്ക് തോന്നല്ല കണ്ടിട്ട്. മിഥുനേട്ടാ, മിത്ര ഞങ്ങൾ കൂടെ വന്നപ്പോ അവള് പറഞ്ഞു വിം എടുക്കാൻ പറഞ്ഞു. അത് എടുത്തിരുന്നു നീ? അവള് ആരാ ലിസ്റ്റ് മിത്ര? ഓരോ ഫ്ലാറ്റില് വിമ്മ് തീർന്നിട്ടുണ്ട് പറഞ്ഞിരുന്നു. അപ്പൊ വിം എടുക്കാൻ അത് എടുത്തോ നീ? മൈക്ക് കൊടുത്തേ. ഫ്ലാറ്റില് വിമ്മ് തീർന്നായിരുന്നു. അപ്പൊ ഇന്ന് ഫ്ലാറ്റിൽ വന്നപ്പോ ഞാൻ പറഞ്ഞേട്ടാ വിമ്മില്ല, അപ്പൊ പിന്നെ എന്തായാലും തന്നെ വിമ്മ് എടുക്കണം എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഒരാള് വീട്ടിൽ വന്ന് നിൽക്കുമ്പോ അവരെ കൊണ്ട് വിമ്മെടുപ്പിക്കാനുള്ള പരിപാടിയും കൂടി ഉണ്ടല്ലേ. കൊള്ളാം. മിത്ര എല്ലാം പോയി വാങ്ങുന്ന ആളാണ്. അപ്പൊ ഇതിന്റെയൊക്കെ വില മിത്രക്ക് അറിയാവോ? ആ കുറച്ചൊക്കെ അറിയാം. വെളിച്ചെണ്ണക്കൊക്കെ എത്ര ഉണ്ട് വില? ഇതാണെങ്കിൽ ഒരു 100 ഉണ്ടാവും. വെരിഫൈ ചെയ്തേക്കാം. 100 രൂപ. ഇതാ 204 രൂപ. 204 ഉറുപ്പിന്റെ വെളിച്ചെണ്ണ ആണെങ്കിൽ വാങ്ങിക്കൊണ്ടെന്ന്. ഞാൻ അവിടെ നോക്കി മിൽക്ക് മെയ്ഡ് ഒക്കെ നോക്കിയായിരുന്നു. ഓക്കെ, കുഴപ്പമില്ല. ഇനി 800 രൂപ അടക്കല്ലേ? അതെ, ധൈര്യമായിട്ടിരിക്കൂ. പൈനാപ്പിൾ ജാം മിത്ര ഗസ് ചെയ്യുന്നു. 250. കൂട്ടി പിടിക്കാതെ വിചാരിച്ചു. ഓ, 100 കുറഞ്ഞ് 140. ബൂസ്റ്റ് ഉണ്ട്. ബൂസ്റ്റ് അത് എനിക്ക് വേണ്ടിട്ട് വെച്ചായിരിക്കും. ആയിരിക്കും, ആയിരിക്കും. ഇച്ചിരി ആരോഗ്യത്തിൽ കാര്യങ്ങളെല്ലാം എനർജി അതല്ലേ വേണ്ടേ. 290. എനിക്ക് അറിഞ്ഞൂടാ, ഇവിടെ വന്നവരെല്ലാം ബൂസ്റ്റ് എടുക്കാറുണ്ട്. എന്താ അറിയില്ല. എനർജി കൂടിയ ആൾക്കാരാ വരുന്നത്. അപ്പൊ അവരുടെ ഒരു അപ്പൊ ഇതാണ്. അവർക്ക് വീണ്ടും ബൂസ്റ്റ് വേണോ? ബൂസ്റ്റ് വേണം. അതെ. 643ന്റെ കൂടെ ഈ മിക്സഡ് ഫ്രൂട്ട് ജാം. യെസ്, 728. 728. ഇനിയും കുറെ ഉണ്ടോ? ഒരേ ഒരു സാധനം കൂടി. And I don't think you will cross 1000. Brilliant job. Let's see. 170 രൂപ. അതായത് 8, 9, 8. Congratulations. ഒരു 100 ഉറുപ്പില്ല. മിഥുനേട്ടാ, 8 സെക്കൻഡ് ബാക്കി ഉണ്ടായിരുന്നല്ലോ, അതൊന്ന് ഞാൻ പെട്ടെന്ന് പോയി എടുത്തു വരാം. പിന്നെന്താ, പോയിട്ട് പിന്നെ അവിടെ നിന്നാ നമ്മൾ വിളിക്കാം. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 2 ഓപ്പൺ ആണ്. നിങ്ങൾക്ക് 2 പേരിൽ ആർക്ക് വേണേലും ചെയ്യാം. ഞങ്ങളുടെ ലൈറ്റ് കത്താൻ ഇച്ചിരി താമസം തോന്നുന്നു. ഒന്നല്ല, അത് അടിക്കാനിട്ടാ. അത് ഇവിടെയാണോ തലയ്ക്കകത്താണോ? ക്വസ്റ്റ്യൻ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഏത് ചിത്രത്തിലാണ് ഓ മോനെ ദിനേശ എന്ന 5 ഡയലോഗുകൾ? ഫസ്റ്റ് നിങ്ങൾ തന്നെ ഞെക്കിയിട്ട് ഉത്തരം പറഞ്ഞൂടെ? പറ കൺഫേം ആക്കിയതാ. നരസിംഹം. ചേച്ചി ഞാനുണ്ട് കൂടെ. അതെ, കറക്റ്റ് ആണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു എപ്പോഴും ഉള്ള കൺഫ്യൂഷൻ നരസിംഹ 6-ാം തമ്പുരാൻ തമ്മിൽ എപ്പോഴും ഒരു കൺഫ്യൂഷൻ എല്ലാവർക്കും വരില്ല. വാ ചേച്ചി പോവാം. ഒന്നുകൂടി ഒന്ന് ആലോചിച്ചേ. സവാരി ഗിരിഗിരി ഏതില്ല? ഇല്ല 6-ാം നമ്പര് അല്ലേ? ഇനി എന്നോട് ഒന്നും ചോദിക്കുന്നു പ്ലീസ്. Correct ഉത്തരം. മോളെ ഉള്ള സാധനങ്ങളൊന്നും മാറി സവാരി എടുക്കല്ലേ? ഗിരിഗിരി രാവണ പ്രഭുലല്ലേ? ചേച്ചി സന്തോഷായില്ലേ? സന്തോഷേടാ. ഇതുകൂടി എടുത്ത ചേച്ചിക്ക് അറിയുമെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ ഒഴിവാക്കി. അപ്പോ രമ്യയാണോ ദേവു. ദേവിക? ദേവിക. ദേവിക മോനെ അവിടെ നോക്കിക്കോണേ. അതെ ദേവികേ, ആ പോയി എടുക്കുമ്പോ ഒരു വിം എടുക്കാൻ പറ്റുമോ? പൈസ വന്നിട്ട് വിമ്മൊന്നും എടുക്കണ്ട നീ. ഓക്കെ, ഓടൂ വാരൂ നേടൂ ഗോ. Yes, ദേവിക. 30 seconds ടൈമാണുള്ളത്. 1000 രൂപയിൽ താഴെയുള്ള സാധനങ്ങൾ എടുക്കണം. 1000 രൂപയിൽ മുകളിൽ പോകാതെ നോക്കണം. 10 seconds more. Yes. ഓടിവാ ഓടിവാ ഓടിവാ. കൂടുതലായിരിക്കും. ഫുള്ള് പ്രീമിയം സാധനങ്ങളാ. ശീലമായി പോയി നല്ല സാധനങ്ങൾ ഉപയോഗിച്ചല്ലേ? കുട്ടി ആവശ്യമുള്ള സാധനങ്ങളാണ് ഞാൻ എടുത്തേക്കുന്നത്. ലോജിക്കലി ആണ്. ഭയങ്കര ലോജിക്കലിയാണ് എടുത്തേക്കുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം എടുത്തത് നെയ് നമുക്ക് എല്ലാ ദിവസവും വെരി ആവശ്യമുള്ള ഇമ്പോർട്ടന്റ് ആണ് ചേച്ചി. 79 രൂപയുടെ നെയ്. ഞാൻ ഒരെണ്ണം. 790 വിചാരിച്ചു. 79 രൂപയുടെ നെയ് ഒരെണ്ണം കൂടി. 2 ഞാൻ എടുത്തു. 2 നെയ് എടുത്തു. ഓക്കെ, കാരണം എന്റെ വീട്ടിൽ കുറച്ച് കൂടുതൽ ദോശ ചൂടും. ആണോ? അതിന് ചമ്മന്തിയിൽ ഒഴിച്ചു കഴിക്കാനാണോ ഈ ചെറിയ വെളിച്ചെണ്ണ? ആണോ? അത് നമ്മളെ വലിയ കുപ്പി കൊണ്ട് പകുതിയാക്കിയത്. റേറ്റ് മനസ്സിലായി. ഐഡിയ. 104. ഇതിന്റെ റേറ്റ് ആ നേരത്തെ പറഞ്ഞത് അല്ലേ? നമ്മൾ ചെറുതല്ലേ വാങ്ങാറുള്ളൂ മിത്ര അല്ലേ? അപ്പൊ അടുത്തത്
പഞ്ചസാര. ഇതിന്റെ വില ആർക്കെങ്കിലും അറിയോ? പഞ്ചസാരയുടെ വില അറിയോ? മോൻ അറിയോടാ? മൈക്കെടുത്ത് പറഞ്ഞേ. 44 എത്ര? 1 കിലോയ്ക്കോ? ഇത് 1/2 കിലോ ഉള്ളൂ എന്ന് തോന്നുന്നു. അങ്ങനെയാണ് എത്രയാടാ? 22 അല്ലേ? അപ്പോ നോക്കാൻ പറഞ്ഞ ഇത് കറക്റ്റ് ആണോ നോക്കട്ടെ കേട്ടോ. 30. വെരി ക്ലോസ്, വെരി ക്ലോസ്. 1/2 കിലോ അല്ലേ? 44, 30 വരും. മനസ്സിലായില്ലേ? 1 കിലോയ്ക്ക് 44 അല്ലേ പറഞ്ഞത്? അത് ചില പഞ്ചസാരയുടെ ക്വാളിറ്റിയിലൊക്കെ വ്യത്യാസം വന്നിട്ട് വരും. വന്നേ. അതെ മീനാക്ഷി, എനിക്ക് അവിടെ നിന്ന് ഒരു കിറ്റാൻ എടുത്തു തരുമോ? എത്ര കിറ്റ്കാറ്റ് വേണം മിഥുൻ ചേട്ടാ? എനിക്കൊരു ഒരു കിറ്റാ. ഒരെണ്ണം മതിയോ? 2 ഓക്കെ. ആ മോനോട് എന്തെങ്കിലും ചോയ്സസ് ഉണ്ടോ എന്ന് ചോദിക്കാം. മിൽക്കി ബാർ ഉണ്ട്. ഡു യു വാണ്ട് എ മിൽക്കി ബാർ മോൻ? ഞങ്ങൾക്ക് ചോയ്സ്, ഞങ്ങൾ പറഞ്ഞാൽ മതിയോ? അത് ഉത്തരം പറയുമ്പോൾ ഞാൻ തരുന്നത്. കയ്യടിച്ചവർക്ക് പ്രോത്സാഹന സമ്മാനം ഉണ്ടോ? പിന്നെന്താ പറയാലോ. ഇത് മോനെ ഏതാ? ഇതിന്റെ വില എത്രയാ? അമ്മയെ നോക്കണം. അമ്മ പറഞ്ഞില്ല. അത് കുഴപ്പമില്ല കേട്ടാ. എൻജോയ്. ഷെയർ ചെയ്താ. അവരൊരു കൈയ്യടി കൊടുത്തു. നിങ്ങൾക്ക് കിട്ടിയില്ലെന്ന് പറഞ്ഞ ആ കൊച്ചിന് കൈയ്യടി കൊടുക്കൂല. ഓഹോ, താരനുണ്ടല്ലേ? താരനുണ്ട്, അറിയോ? കയ്യിൽ കിട്ടിയ ഷാമ്പു എടുത്തു. കൈ കിട്ടിയ ഷാമ്പു കറക്റ്റ് ആയിട്ട് താരന് വേണ്ടിയിട്ടുള്ള ഷാമ്പു അല്ലേ എടുത്തല്ലോ. വെൽ സ്ട്രോങ് ആൻഡ് തിക്ക്. അപ്പോ ഇതുവരെ എത്രയായിരുന്നു നമുക്കൊരു കണക്കെടുക്കണ്ടേ? 441. നമ്മുടെ സ്പോൺസറിന് എടുത്തതിന് വളരെയധികം നന്ദി. ഗോൾഡ് വിന്നർ. അപ്പോ 441, 170, 611. ഇനിയുണ്ടോ? കഴിഞ്ഞിട്ടില്ല. ഇത് ഞാൻ കണ്ട പോലെ കിടക്കുക. ആവശ്യമുള്ള സാധനങ്ങൾ എടുത്തോ ചേച്ചി? ഈശ്വര. വിമ്മില്ല തൽക്കാലം. അതാ ഞാൻ ഒന്നുകൂടി തപ്പി വെക്കാൻ പറയായിരുന്നു. ഇത് വെച്ച് പാത്രം കഴുകാൻ പറ്റുമോ? ടോയ്ലറ്റ് ഒക്കെ കഴുകാൻ ഉപയോഗിക്കണതാണ്. കഴിക്കാൻ പറ്റില്ല. അഡ്ജസ്റ്റ് ചെയ്തോളൂ. അഡ്ജസ്റ്റ് ചെയ്യും. അത് തരാൻ പറ്റൂ കേട്ടോ. ആ പാത്രത്തിൽ കൊടുത്താൽ മതിയേ ഭക്ഷണം കേട്ടോ. 116. അപ്പൊ എത്രയായി? 727. നമ്മൾ വിചാരിക്കും അപ്പൊ അവിടെ അവസാനിച്ചു. ഇഷ്ടംപോലുണ്ട് ഇനി. എന്തുകൊണ്ട്? ഒരേ ഒരു സാധനം, ഹാൻഡ് സാനിറ്റൈസർ. ഇതിന് കോവിഡോടുകൂടി വില കുറഞ്ഞു. അല്ലേ വില ഉണ്ടായിരുന്നു. റെഡി? നോക്കട്ടെ. 827. രണ്ടുപേരും ഭയങ്കര ക്ലോസ് ആയിരുന്നു കേട്ടോ കോള്. അപ്പോ കൺഗ്രാറ്റുലേഷൻ. ഹാപ്പി ആയല്ലോ. ഇനി പരാതി പറയരുത് കേട്ടോ. അതെ. അപ്പോ നമുക്ക് അങ്ങനെ ഫസ്റ്റ് റൗണ്ട് അവസാനിച്ചിരിക്കുന്നു. അപ്പോ ലെറ്റ്സ് ഗോ ടു റൗണ്ട് 2. 12 ട്രയൽ. 2-1. റെഡിയല്ലേ? റെഡിയാണ്. ഈ 2-1 അറിയാം എന്ന് പറയുന്ന റൗണ്ടിന്റെ ഏറ്റവും വലിയ ഗുണം നിങ്ങൾക്ക് മാത്രമല്ല നമ്മുടെ ഓഡിയൻസിന് കൂടിയാണ്. നിങ്ങൾ ഉത്തരം വിളിച്ചു പറയരുത്. കൈ പൊക്കുക. ഞാൻ സെലക്ട് ചെയ്യണ ആളായിരിക്കും ഉത്തരം പറയുക. അപ്പോ നിങ്ങൾക്ക് 2 പേർക്കും ഓരോ ചോദ്യം ഉണ്ടാവും. ആ ചോദ്യം സ്പെസിഫിക് ടു യു. ആ ചോദ്യത്തിന് ഉത്തരം തന്നാൽ നിങ്ങൾക്ക് തന്നെ പോയി കളിക്കാം. നിങ്ങൾ ഉത്തരം തന്നില്ലെങ്കിൽ ആ ചോദ്യം ഓഡിയൻസിലേക്ക് പാസ്സാവും. ആൻഡ് ഇത്തവണ 45 സെക്കൻഡ് സമയമുണ്ട്. വെറുതെ പോയി എടുക്കുകയല്ല, ടാസ്ക് ചെയ്തിട്ട് അവിടെ ഇരിക്കുന്ന റെഡ് റിബൺ കെട്ടിയ പിട്ടാപ്പള്ളി ഏജൻസീസിന്റെ ഗിഫ്റ്റുകൾ സ്വന്തമാക്കാനായിട്ട്. ഓക്കെ, അതും ഈ 45 സെക്കൻഡ് കൊണ്ട് പുറത്തിറങ്ങുമ്പോ കയ്യിൽ എത്ര വേണമെങ്കിലും ഗിഫ്റ്റുകൾ എടുക്കാം. ആദ്യം എടുത്തു വന്നിട്ട് ഗെയിം പോയി കളിച്ചാൽ മതിയോ? മതിയോ? എവന്റെ വീട് എവിടെയാണെന്ന് പറഞ്ഞത്? കോഴിക്കോട്. കോഴിക്കോടല്ലേ? അവിടുത്തെ ആൾക്കാരത്തൊന്ന് പറഞ്ഞേക്കണേ. ക്വസ്റ്റ്യൻ നമ്പർ 1. ഇത്തവണത്തെ ക്വസ്റ്റ്യന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് ഒരു വീഡിയോ ആണ്. ആ വീഡിയോ ശ്രദ്ധിച്ച് കാണണം. ക്ലൂ ഒന്നുമില്ല കേട്ടോ. നേരെ നമ്മൾ പോവാണ്. ലെറ്റ്സ് ടേക്ക് എ ലുക്ക് അറ്റ് ദ വീഡിയോ. മുളക് തൊണ്ടാട്ടം. അച്ഛനെ സഹായിക്കാനായി ചെയ്ത വീഡിയോയ്ക്ക് അശ്വിൻ ഭാസ്കർ പുതിയ താളം കൊടുത്തതോടെ ദർശന്റെ തൈരുമുളക് തൊണ്ടാട്ടം സൂപ്പർ ഹിറ്റ് ആവുകയായിരുന്നു. ഞാൻ വച്ച് താമസിപ്പിക്കാൻ ചോദിക്കും, കാരണം അത് മനസ്സിന് മറന്നു പോകുന്നതിന് മുമ്പേ ചോദ്യത്തിലേക്ക് കിടക്കാം. ചോദ്യം ഇതാണ്. ദൃശ്യത്തിൽ എത്ര ഫുട്ബോളുകളാണ് കാണിച്ചത്? അതായത് ഒരു വിഷ്വലിലുള്ള ഫുട്ബോളുകളല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ ദൃശ്യത്തിൽ മുഴുവൻ ഫുട്ബോളുകൾ ഒരു തവണയാണോ കാണിച്ചിട്ടുള്ളത്? അല്ല. കോൺഫിഡന്റ് ആയിട്ട് പറയൂ. 6 തന്നെയാണ് അല്ലേ? അതെ. ഉറപ്പല്ലേ? ഓഡിയൻസിന് എന്താ തോന്നുന്നേ? വേറൊരു ഉത്തരം ഉണ്ടോ നിങ്ങൾക്ക്?
ഇല്ലെങ്കിൽ പിന്നെ അത് ശരി ഉത്തരവായിരിക്കില്ലേ? ശരി ഉത്തരം. ഞാൻ റോസാപ്പൂ നോക്കിയായിരുന്നു. 4 റോസാപ്പൂ, 6 ഫുട്ബോള്, 5 നമ്പർ കാണിച്ചു. എന്റെ അമ്മേ. ദർശൻ പ്രശാന്ത് പേര് കാണിച്ചു. പിന്നെ കാണിച്ചു. വിനയ് ഫോർട്ടിനെ കാണിച്ചു. ആണ്. എന്നിട്ട് ആ പാട്ടുണ്ടാക്കിയ ആളുടെ പേരെന്താ? തൈര് മുളക്. അല്ല മറ്റേ ഇത് ഇട്ടില്ലേ, ആ beat ഇട്ട് ആ പാട്ടാക്കിയ അയാൾ ആളാണ്. ഫേമസ് ആണ്. എല്ലാവർക്കും ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന മനുഷ്യനാണ്. അശ്വിൻ ഭാസ്കർ. യെസ്. എന്റെ കൊച്ചിനോട് ഞാൻ ചോദിച്ചു. എന്റെ കൊച്ചിനോട് ചോദിച്ചു. കൊച്ചെവിടെ ഇരിക്കുന്നു? ദോ ഇരിക്കുന്നു. ഹലോ. ഹായ്. മിഥുൻ കാണുമ്പോ ഇച്ചിരി ഉണ്ടായിരുന്നു. അയ്യോ, അതെ. മക്കളെ വെൽക്കം. താങ്ക് യു കേട്ടോ, അമ്മയെ കൊണ്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഇപ്പോഴും ഇല്ലേ? പഴയ പോലെ തന്നെ. പക്ഷെ ഞങ്ങൾ ഓട്ടത്തിനാണ് ഓള് കൈയടിക്കുന്നത്. അന്ന് പാട്ട് പാടിയപ്പോ കൊച്ചനോട് ചോദിച്ചാ, എല്ലാരും ഇങ്ങനെ ചീത്ത പറഞ്ഞപ്പോ അമ്മ ഒരു പാട്ട് പാടിയത് ഇത്രയും വലിയ പ്രശ്നമായോ അമ്മയെന്ന്. അന്ന് സ്കൂളിലൊക്കെ പോകുമ്പോ ആൾക്കാർ ചോദിക്കുമായിരുന്നില്ലേ അല്ലേ? അപ്പൊ ദുബായിലായിരുന്നു. അപ്പൊ അവിടുത്തെ ആർക്കും അറിയത്തില്ല. മീൻസ് അന്ന് അവിടെ മലയാളികൾ സ്കൂളിൽ കുറവായിരുന്നു എന്നാണ് കുട്ടി ഉദ്ദേശിച്ചത്. മലയാളികളുടെ ഇടയിൽ അമ്മ അമ്മേ വയറില്ല. ഇപ്പൊ ഇവിടെ സ്കൂളിൽ പഠിക്കുമ്പോ എങ്ങനെയുണ്ട്? അപ്പൊ എല്ലാവർക്കും അറിയാം. അറിയാം. രമ്യ സുരേഷിന്റെ മകളാണെന്നും ഒക്കെ അറിയാം. വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ, 6 ഫുട്ബോൾസ് റൈറ്റ് ആൻസർ. അപ്പോ ഇനി ഗെയിം എന്താണെന്ന് അറിയണം അല്ലേ? ഗെയിം പറഞ്ഞു തരാനായിട്ട് നാം നിലവറതൻ റാണി. എന്റെ ഈ ഒരു ടേബിളിൽ നിങ്ങൾക്ക് 5 ഗ്ലാസസ് കാണാം ആൻഡ് മുന്നിൽ കുറച്ച് ബലൂൺസും ഉണ്ട്. സോ ഓൾ യു ഹാവ് ടു ഡു ഇസ് ഒരു ബലൂൺ എടുക്കുക, ഇങ്ങനെ വീർപ്പിക്കുക, എന്നിട്ട് ഈ ഗ്ലാസ് വീർപ്പിച്ചിട്ട് കേട്ടോ, ഈ ഗ്ലാസ് എടുത്ത് ഒന്നിന് മുകളിൽ ഒന്നായി ഇങ്ങനെ സ്റ്റാക്ക് ചെയ്യണം. യെസ്, അങ്ങനെ ഈ 5 ഗ്ലാസുകളും നിങ്ങൾ സ്റ്റാക്ക് ചെയ്ത് വെക്കണം. അപ്പോഴാണ് കൈ തൊടാൻ പാടില്ല. ബലൂൺ കൊണ്ട് തന്നെ പൊക്കി എടുത്ത് വെക്കണം. ഒന്ന് ചെയ്ത് കാണിക്കും മീനാക്ഷി. ഇത് കൺഫ്യൂസിംഗ് ആക്കല്ലേ? മിഥുൻ ചേട്ടൻ, ഞാൻ അവർക്ക് ടാസ്ക് കൊടുക്കും, മിഥുൻ ചേട്ടൻ എനിക്ക് ടാസ്ക് തരുവാണ്. ഓക്കെ, ഞാൻ ആദ്യം ബലൂൺ ഒന്ന് വീർപ്പിക്കും. ആരാ നിങ്ങൾ? ആരാണ്? റാണിയാണോ? ആ റാണിയാണ്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ തീർത്താൽ മതിയായിരിക്കും. ഇപ്പൊ തന്നെ 40 സെക്കൻഡ് കഴിയുമല്ലേ? ഇത്രയും നിങ്ങളിത് കണ്ട് പേടിക്കണ്ട. അങ്ങനെയല്ല, നമുക്കിന്ന് പോണ്ടേ? മിഥുൻ ചേട്ടാ, മീനാക്ഷി സുധീറിനെ വില കുറച്ച് കാണരുത്. നമ്മളൊരു ടീമാണ്. ആ കലക്കി കണ്ട് പഠിക്കും നിങ്ങൾ. എന്താ ഇവിടെ സംഭവിച്ചത്? നിലവറയുടെ റാണിയാണെന്നൊക്കെ പറഞ്ഞിട്ടേ ഇത് പ്രാണിയാണ് കേട്ടോ. ഞാൻ പോയിട്ട് അടുത്ത തിങ്കളാഴ്ച വരാം. അപ്പൊ അതെന്തോ എന്റെ ഐരാഷസ് ഒക്കെ പോയോ? അല്ല മിഥുൻ ചേട്ടാ, മറ്റേ സിനിമ പറയുന്നത് എന്റെ ഐഡിയ ആയി. കൊള്ളാം മീനാക്ഷി. താങ്ക് യു. എനിക്ക് മനസ്സിലായി എങ്ങനെ ചെയ്യരുത് എന്നാണ് മീനാക്ഷി കാണിച്ചത്. അതെ, എനിക്ക് ഞാൻ ടാസ്ക് മുഴുവൻ പറഞ്ഞു തരണ്ടേ നിങ്ങൾക്ക്? അപ്പൊ കൈ പിടിച്ചുകൊണ്ട് ഈ ബലൂൺ ഇങ്ങനെ ബ്ലോ ചെയ്ത് ഈ ഗ്ലാസസ് ഒന്നിന് മുകളിൽ ഒന്നായി സ്റ്റാക്ക് ചെയ്ത് വെക്കുക. 5 ഗ്ലാസും സ്റ്റാക്ക് ചെയ്ത് വെക്കണം. അപ്പോഴാണ് ടാസ്ക് കംപ്ലീറ്റ് ആവുന്നത്. ശേഷം പിട്ടാപ്പള്ളിയിൽ ഏജൻസീസ് തരുന്ന റെഡ് റിബൺ കെട്ടിയ കയ്യിൽ ഒതുങ്ങാവുന്ന അത്രയും ഗിഫ്റ്റ് എടുത്ത് നിലവറ അടക്കുന്നതിന് മുമ്പ് പുറത്തേക്ക് കടക്കുക. ആൻഡ് ഓൾസോ വൺ തിങ്, ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് ഗിഫ്റ്റ് എടുത്ത് പുറത്തേക്ക് കടക്കാനും എല്ലാത്തിനും കൂടിയുള്ള ടൈം ലിമിറ്റ് ഇസ് 45 seconds. ഗുഡ് ലക്ക് ഗൈസ്. താങ്ക് യു മീനാക്ഷി. കിട്ടിയില്ലല്ലോ ഒരു കുഴപ്പമില്ല, പോയി കളിച്ചു കേട്ടോ. 45 സെക്കൻഡ് സമയമുണ്ട്. റിലാക്സ് ചെയ്ത് ചെയ്തത് കേട്ടോ. ഇഷ്ടംപോലെ സമയമാണ്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും കൂടുതൽ സമയമുണ്ട് 40 സെക്കൻഡ് എന്ന് പറയുന്നത്. അതുകൊണ്ടാ വിജയ്. ഓടൂ, വാരൂ, നേടൂ, go. വരൂ. ഞാൻ ചെയ്തതുപോലെ ചെയ്യരുത്, നന്നായി ചെയ്യണം. 45 seconds ഉണ്ട് നമുക്ക്. ചെയ്തോ. ഓക്കെ, 2 ഗ്ലാസ് സ്റ്റാക്ക് ചെയ്തു. മൂന്നാമത്തെ ഗ്ലാസ് സ്റ്റാക്ക് ചെയ്തു. Just two more. 2 കൂടിയുള്ളൂ. Fourth one. Yes, final one. You can do it. Yes, 5 ഗ്ലാസ് വെച്ചു. Red ribbon കിട്ടിയ gifts. Congratulations. എങ്ങനെ? ഒരെണ്ണൊക്കെ ഒന്ന് നമ്മളകത്ത് നിൽക്കുന്നതാണ് നല്ലത്. കാരണം ടെൻഷൻ മുഴുവൻ നമുക്ക്. അവരവിടെ റിലാക്സ് ചെയ്ത് ബലൂൺ ഇട്ട് വലിക്കുന്നു.
ശരിക്കും ഭയങ്കര ടാസ്ക് ആട്ടോ. പുതിയ ബലൂണും കൂടെ ആണ്ട് അത് ഞാൻ അതിനാദ്യം നിന്നോട് പറഞ്ഞ ആദ്യം ഒന്ന് വീർപ്പിച്ച് നോക്കിയിട്ട് അതിനകത്ത് ഇടണം. ആ, ഈ പറഞ്ഞ ആളിന് പോയിക്കൂടായിരുന്നു. അതെ പോയിക്കോടായിരുന്നു. ഇല്ല കുഴപ്പമില്ല. കോൺട്രാക്ടർ പക്ഷേ സമ്മതിക്കണം, 45 സെക്കൻഡിനിടയിൽ ദാ ഒരേ ഒരു സാധനം ഗ്രാബ് ചെയ്യാൻ പറ്റുള്ളൂ. ഇറ്റ് ഇസ് ഇൻഡക്ഷൻ കുക്ക് ടോപ്പ് സ്വന്തമാക്കിയിരിക്കുന്നു. ലാസ്റ്റ് 3 സെക്കൻഡ്സ് ഉള്ളപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അത് കഴിഞ്ഞത്. ആ കുഞ്ഞു സാധനം കൂടി എടുത്തുകൊണ്ട് ചാടായിരുന്നു. താങ്ക് യു അപ്പോ ഹാപ്പി ഡബിൾ ഹാപ്പി. പക്ഷെ നന്നായിട്ട് നല്ല സ്ട്രെയിൻ ഉണ്ടായിരുന്നു അറിയാം. പക്ഷെ നന്നായിട്ട് കളിച്ചു. ഓക്കെ, അപ്പോ ക്വസ്റ്റ്യൻ നമ്പർ 2. നിങ്ങൾക്കുള്ള ചോദ്യം ഒരു ഇമേജ് ആണ്. സോ വീഡിയോയിലൊന്നും താല്പര്യമില്ല. അല്ലെങ്കിലും അത്രയും പേരെ പോവില്ല എന്ന് തോന്നി, അതുകൊണ്ടാണ്. അപ്പോ ഇമേജ് കണ്ടിട്ട് അതിനകത്തുനിന്ന് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. ശ്രദ്ധിച്ച് കാണുക. ഞാൻ പറഞ്ഞല്ലോ, ആ ഇമേജിനെ പറ്റിയിട്ട് എന്തൊക്കെ ചിന്തിക്കാൻ പറ്റുമോ അതൊക്കെ ചിന്തിച്ചുവിടുക കേട്ടോ. ഓക്കെ ഓക്കെ, റെഡി? ഓക്കെ, ഏറ്റവും എളുപ്പമുള്ള ചോദ്യം ചോദിക്കാം അല്ലേ? അല്ലേ? അതല്ലേ ഫോട്ടോയില് കണ്ട വ്യക്തി ആര്? അപ്പൊ ആ ചോദ്യം പറഞ്ഞുകൊണ്ട് ചോദിക്കാൻ പറ്റില്ലെന്നോ അങ്ങനെ? ക്വസ്റ്റ്യൻ നമ്പർ 2 is ഗാന്ധിജിയുടെ മുമ്പിലിരിക്കുന്ന ഈ വസ്തു എന്താണ്? ചർക്ക. ചക്കയല്ലടാ, മാങ്ങ. ചർക്ക മറ്റേ തിരിക്കുന്ന സാധനം. ചർക്ക. മിഥുനേട്ട അങ്ങോട്ട് പറയാ. അതന്നെ കറക്റ്റ് അല്ലേ? ഇനിയിപ്പോ ഇതിന് വേറെ ഏതെങ്കിലും അറബിയിൽ എന്താ പറയാ അറിയാം. മലയാളം, നമ്മള് അറബിയിൽ ചർക്കയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അൽ ചർക്ക, അത്രേ ഉള്ളൂ. അപ്പോ ചർക്കയിൽ ഉറപ്പിക്കാലോ? ഉറപ്പിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഉത്തരത്തിൽ സാറ്റിസ്ഫൈഡ് ആണോ? അല്ലേ? അപ്പോ ശരിയായ ഉത്തരം ശർക്ക തന്നെയാണ്. ഓഡിയൻസിന് ഒന്നും കിട്ടാറില്ല. അവര് 2 ഉത്തരവും കറക്റ്റ് ആയിട്ട് പറഞ്ഞു. നിങ്ങളിൽ 2 പേരിൽ ഒരാൾക്ക് അകത്ത് കയറി ഗെയിം കളിച്ച് അത് ജയിച്ച് അതിനകത്ത് നിന്നും ഇഷ്ടമുള്ള, നേരത്തെ കിട്ടിയത് കണ്ടല്ലോ, ഒരു ഇൻഡക്ഷൻ കുക്ക് ടോപ്പ് കിട്ടിയതുപോലെ ഇഷ്ടമുള്ളത് കിട്ടാം. നോക്കി വെച്ച് പോണ റെഡ് റിബൺ മാത്രം നോക്കിയാൽ. റെഡിയല്ലേ? ഓ റെഡി. മീനാക്ഷി, ഗെയിം റെഡിയല്ലേ? നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ഇവിടെ നിന്നുകൊണ്ട് ഈ ഒരു ബോൾ എറിയുക ആൻഡ് ആ പിരമിഡ് തകർക്കുക എന്നുള്ളതാണ്. എത്ര ബോൾ വേണമെങ്കിലും നിങ്ങൾക്ക് അറിയാം. പക്ഷെ മൊത്തം മേശന്ന് താഴെ വീഴണോ? അതെ, മൊത്തം മേശന്ന് താഴെ വീഴണം. ഒരു ഗ്ലാസ് പോലും ടേബിളിൽ അവശേഷിക്കാൻ പാടില്ല. ഓ യെസ്, ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് അറിയാൻ പറ്റുമോ? ഒരു ബോളെ ഒരു സമയം എറിയാൻ പറ്റത്തുള്ളൂ കേട്ടോ. റോഷന്റെ ഒരു ഡൗട്ട് ക്ലിയർ ആയില്ലേ? അതാണ്. ഓക്കെ, റെഡി മീനാക്ഷി? റെഡി. 45 സെക്കൻഡ്സ് ആണ്. എല്ലാം കൂടി ചെയ്ത് പുറത്തേക്ക് ഇറങ്ങാനുള്ള ടൈം ലിമിറ്റ്. അതും കീപ്പ് ഇൻ യുവർ മൈൻഡ്. ഗുഡ് ലക്ക്. റെഡി? റോഷനാണോ മറിയാണോ പോകുന്നത്? റോഷൻ. നശിപ്പിക്കാൻ ഇവനാ നല്ലത്. ഒരു ശത്രുവിനെ പോലെ പെരുമാറുന്ന. നോക്ക്, ഇത് നമ്മളെ റൂമല്ല, ഒരാൾക്കാർ വാച്ച് ചെയ്യുന്നില്ലേ? നമ്മൾ വെളിയിൽ ഇറങ്ങിയിരിക്കുകയാണെന്ന് ആലോചിക്കുന്നു. നോക്ക്, നിനക്കൊരു പരാതി ഉണ്ടായിരുന്നു, ഷോപ്പിംഗ് കൊണ്ടുപോകുന്നില്ല ആ സംഭവം ഞാൻ തീർത്തു തന്നിട്ടുണ്ട്. ഇനി ബാക്കിയൊക്കെ നല്ല സാധനങ്ങൾ എടുത്തോണ്ട് വരണം. ഇല്ലെങ്കിൽ മാറ്റി നിർത്തി കുനിച്ചിർത്തി ഇടിക്കാൻ സാധ്യതയുണ്ട്. കനുള്ള സാധനം തന്നെ എടുക്കാനാ പ്ലാൻ. ഓക്കെ, അപ്പൊ റെഡി? എല്ലാം എറിഞ്ഞ് താഴെ ഇടണം കേട്ടോ. റോഷൻ, റോഷനല്ലേ പോകുന്നേ? എറിഞ്ഞു പൊളിക്കും. റെഡി? റെഡി റോഷൻ? റെഡി. ഓടൂ, വാരൂ, നേടൂ, ഗോ. ഉണ്ടല്ലോ അല്ലേ? TV എറിഞ്ഞ് പൊട്ടിക്കരുത്. ഗ്ലാസ് മാത്രം. എന്റെ സാധനങ്ങൾക്കൊന്നും പറ്റാൻ പാടില്ല. മാക്സിമം ഗിഫ്റ്റ് എടുത്തോ. ഒറ്റ വാരം മിക്സി ഒക്കെ എടുത്തോ. മിക്സി, ഗ്രൈൻഡർ, വാഷിംഗ് മെഷീൻ ഏതാ എടുക്കേണ്ടതെന്നാണ് ഇത് സംഭവമില്ലേ റോഷൻ? അതെ, ഒരു മിക്സർ ഗ്രൈൻഡർ ഓൾറെഡി ഉമ്മ പറഞ്ഞിരുന്നു ഒരു മിക്സി കൊണ്ടുവരണം. അത് നന്നായി. ഉമ്മയ്ക്കുള്ള മിക്സി കിട്ടി. അതിന്റെ കൂടെ തന്നെ 2 അയണ കിട്ടിയത്. 2 തേപ്പ് കിട്ടിയിട്ട്, അല്ല തേപ്പ് പെട്ടി കിട്ടിയിട്ട്. തേക്കാൻ എന്നെക്കാട്ടും നല്ലത് വേണ്ട, കുത്തി പറയുന്നു. കിട്ടുമ്പോ ഒന്നും കൊടുക്കണ്ട. പക്ഷെ ഇത് കലക്കി. എപ്പോഴെങ്കിലും ഒരു തേപ്പ് കിട്ടിയായിരുന്നു ട്രെയിനിൽ നിന്ന്? ഞാൻ
അതേ ഉള്ളൂ ആണോ? അതേ ഉള്ളൂ. എന്താ ചെയ്യാ, ഞാൻ നല്ല മനസ്സായതുകൊണ്ട് എന്നെ തേച്ചു പോകും. അത് ഞാൻ ഒരുപാട് അങ്ങനെ പേർക്ക് ചെയ്യാറില്ല. സ്നേഹം കൊടുക്കുന്നതുകൊണ്ടാ. നല്ല മനസ്സുള്ള ആൾക്കാരങ്ങനെ വാരിക്കൊരി, നമ്മൾ കോഴിക്കോട്ടുകാർ അങ്ങനെ നമ്മൾ നല്ല സ്നേഹിക്കും ആൾക്കാരെ. എല്ലാ കോഴിക്കോട്ടുകാരും അങ്ങനെ പിടിക്കണ്ട. നീ നിന്റെ കാര്യം പറഞ്ഞാ മതി. പാവ കോഴിക്കോട്ടുകാരുടെ നിലയിലുണ്ട്. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇപ്പൊ എന്തായാലും നിങ്ങളെല്ലാം കറക്റ്റായിട്ട് പറഞ്ഞതുകൊണ്ട് നമ്മുടെ ഓഡിയൻസിന് ഒന്നും കിട്ടിയിട്ടില്ല. ഞാൻ നമ്മുടെ ഓഡിയൻസിന് വേണ്ടിട്ട് ഒരു ചോദ്യം കൊടുത്തോട്ടെ, വേണ്ടേ? ഞാൻ പറഞ്ഞ വിളിച്ചു പറയരുത്. ചോദ്യത്തിന്റെ ഉത്തരം അറിയാമെങ്കിൽ കൈപൊക്കാനേ പാടുള്ളൂ. മിത്ര ശ്രദ്ധിച്ചോട്ടോ, ഉള്ളി കയറാനുള്ള ഒരു അവസരം വിമ്മെടുക്കാം നമുക്ക്. ഈ കൂട്ടത്തിൽ ഗാന്ധിജിയുടെ ഫുൾ നെയിം ആരാ എനിക്ക് പറഞ്ഞു തരിക? കൈപൊക്കിയാ മതി ഉത്തരം അറിയാമെങ്കിൽ. ഇതിൽ ആരെ വിളിക്കുക നോക്കട്ടെ. മോനെ ആ ബാക്കില് കണ്ണട വെച്ചിരിക്കുന്ന മോൻ പറഞ്ഞേ മോനെ. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. പേരെന്താ മോനെ, പേരെന്താ? അഭിനവ്. അഭിനവ. അഭിനവേ, വെൽക്കം വെൽക്കം വെൽക്കം. അപ്പോ കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞു. അഭിനവിന്റെ കൂടെ ആരൊക്കെയാ വന്നിരിക്കുന്നത്? അമ്മ വന്നിട്ടുണ്ട്. അമ്മ എവിടെ? നമസ്കാരം കേട്ടോ. എന്ത് സാധനമാണ് വേണ്ട വീട്ടിലേക്ക്? അല്ല, അഭിനവനെ പറഞ്ഞു ഏൽപ്പിക്കാൻ വേണ്ടിട്ടാ. വല്ല ഫ്രിഡ്ജൊക്കെ മതിയെന്നു എന്താ പറഞ്ഞേ? മോന് ഇഷ്ടമുള്ളത് എടുത്തോട്ടെ. മോൻ ഇഷ്ടമുള്ളത് എടുത്തോട്ടെ അല്ലേ? ഇഷ്ടമുള്ളത് എടുക്കാം, പക്ഷെ ടൈം ആലോചിക്കണം. 45 സെക്കൻഡ്സ്. ആ നിലവറക്കകത്ത് പെട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അമ്മയ്ക്ക് തിരിച്ചു കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഓക്കെ, റെഡി അല്ലേ? അതിൽ ഇത്രയും സന്തോഷം കാണിക്കുന്ന വേറൊരു അമ്മയെ ഞാൻ കണ്ടിട്ടില്ല. ഇവനെ കൊണ്ട് വീട്ടിൽ ഭയങ്കര പ്രശ്നമാണോ? അഭിനവ് റെഡി സെറ്റ് അല്ലേ? മീനാക്ഷി. അഭിനവനായിട്ട് നമ്മൾ കാത്തുവെച്ചിരിക്കുന്ന ഗെയിം ഇസ് ദ ഡൈസ് ഗെയിം. ഇപ്പൊ എന്റെ കയ്യിൽ ഈ ഒരു ഡൈസ് കണ്ടല്ലോ, ഇതിൽ ക്രോസും ഉണ്ട് ഗോയും ഉണ്ട്. അപ്പൊ ഈ ഡൈസ് ഇതാ ഇങ്ങനെ എറിഞ്ഞിട്ട് വരുമ്പോ ക്രോസ് വരാൻ പാടില്ല, പക്ഷെ നേരെ മറിച്ച് ഗോ വരണം. ഗോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിട്ടാപ്പള്ളിയിൽ തരുന്ന റെഡ് റിബൺ വെച്ച് കെട്ടിയിട്ടുള്ള കയ്യിൽ ഒതുങ്ങാവുന്ന മാക്സിമം ഗിഫ്റ്റുകൾ എടുത്ത് നിലവറ അടക്കുന്നതിന് മുമ്പ് വെളിയിലേക്ക് കിടക്കാം. And your time limit is 45 seconds. സൂപ്പർ മീനാക്ഷി. നമ്മുടെ ഓഡിയൻസിന് വേണ്ടി ഇത്രയും നല്ല ഗെയിം ഒരുക്കിയതിന് മീനാക്ഷിക്ക് ഒരു വലിയ കൈഡി കൊടുക്കാം. അപ്പോ ഓടൂ, വാരൂ, നേടൂ, ഗോ. ആദ്യത്തേതിൽ തന്നെ ഗോ വന്നിരിക്കുകയാണ് അഭിനവ്. അഭിനവ് 7 more seconds. 5, 4, 3, 2, 1. കലക്കിയില്ലേ? അടിപൊളി. അമ്മേ, വീട്ടിലേക്ക് ഇനി വാങ്ങണ്ടാത്ത സാധനങ്ങൾ പറയട്ടെ. വീട്ടിലെ ഫാനൊക്കെ ഓക്കെ അല്ലേ? ഇനി ചൂടെടുക്കില്ല, മോനൊരു ഫാൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇനി എങ്ങാനും ഗ്യാസ് തീർന്നു പോയാൽ ഇൻഡക്ഷൻ കുക്ക് ടോപ്പ് ഉണ്ട് പിട്ടാപ്പള്ളിലിന്റെ അല്ലേ? ഇനി ഇതിനൊക്കെ പുറമെ രാവിലെ ഇനി അമ്മയെ ബുദ്ധിമുട്ടിക്കില്ല അവൻ കാപ്പി കുടിക്കാൻ ചൂടുവെള്ളം ഉണ്ടാക്കാനുള്ള കെറ്റൽ അതും പിട്ടാപ്പള്ളിയിൽ കൊടുത്തിട്ടുണ്ട്. കലക്കനായല്ലോ, പെട്ടെന്ന് കാര്യങ്ങൾ നടത്തി. പിടിച്ചോ, ഒരു ഉഗ്രം കൈയടി എല്ലാവരും ചേർന്ന്. താങ്ക് യു കൺഗ്രാറ്റുലേഷൻ. കൊണ്ടുപോകും. പിന്നല്ലാതെ നിനക്കുള്ളതായത് ഇതെനിക്ക് കൊണ്ടുപോകും. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മുടെ റൗണ്ട് 2 ഇവിടെ അവസാനിച്ചിരിക്കുന്നു. വി ആർ ഗോയിങ് ഇൻടു റൗണ്ട് 3. ഡബിൾ ട്രബിൾ. ഇതും കടന്നു പോകും. ഡബിൾ ട്രബിൾ അഗൈൻ ഇസ് എ ക്വസ്റ്റ്യൻ റൗണ്ട്. ഈ ക്വസ്റ്റ്യൻസിന്റെ ഇടയിലുള്ള ഏറ്റവും വലിയൊരു ഗുണം എന്താണ് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചോയ്സ് ഓഫ് ടോപ്പിക് ഉണ്ട്. അതായത് നമ്മുടെ സ്ക്രീനിൽ ഒരു ഗ്രിഡ് ഓഫ് ടോപ്പിക്സ് വരും. അതിനകത്ത് ഏത് ടോപ്പിക് വേണം എന്നുള്ളത് നിങ്ങൾക്ക് ചോയ്സ് ഉണ്ട്. റെഡി? ഇതിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ടോപ്പിക് ചൂസ് ചെയ്യാന്ന് പറഞ്ഞു. നേരെ എവരിൽ നമുക്ക് തുടങ്ങാം. റോഷൻ ആൻഡ് മറിയം, നിങ്ങളുടെ ക്വസ്റ്റ്യൻ നമ്പർ 1. ടേക്ക് എ ലുക്ക് അറ്റ് ദി സ്ക്രീൻ. ടോപ്പിക്സ് ഇതൊക്കെയാണ്: ഇന്ത്യ, കേരളം, മലയാള സിനിമ, നാവ് വഴക്കം, സാഹിത്യം, കായികം. കേരളം നമ്മുടെ സ്വന്തം കേരളത്തിനെ പറ്റിയുള്ള ചോദ്യമല്ലേ? നമുക്ക് അറിയാനുള്ള സ്നേഹം ഞാൻ ഇങ്ങനെ കാണിക്കും. ഉത്തരം പറഞ്ഞില്ലെങ്കിൽ അത് സ്നേഹമായിട്ട് കണക്കാക്കുമെന്ന് എനിക്ക് അറിയില്ല. ഓക്കെ, നാളെ കണ്ട നമുക്ക് നോക്കിക്കളയാം ചോദ്യം എന്താണെന്നുള്ളത്. വളരെ എളുപ്പമുള്ള ചോദ്യം തന്നെയായിരിക്കും. ലെറ്റ്സ് ടേക്ക് എ ലുക്ക് അറ്റ് ദി ക്വസ്റ്റ്യൻ ബിഹൈൻഡ് കേരളം. കേരളത്തിലെ ഏത് നഗരത്തിലാണ് സ്വരാജ് റൗണ്ട് കാണാൻ സാധിക്കുക? തൃശൂർ. സ്വരാജ് റൗണ്ട് അല്ലേ? നിങ്ങൾ ഒരു കോഴിക്കോട്ടുകാരനായി ഇരുന്നിട്ട് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ അതന്നെ ഓപ്ഷൻസ് തരുമോ? ഉത്തരം പറഞ്ഞു കഴിഞ്ഞില്ലേ? ഇനി എന്തിനാ മിഥുനേട്ടാ? അതന്നെ ഞാൻ നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് ശരിയായ ഉത്തരമാണോ ഇല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. അപ്പൊ ക്ലൂ തരുമായിരുന്നു. ക്ലൂ നേരത്തെ ചോദിച്ചിരുന്നെങ്കിൽ നമുക്ക് തരായിരുന്നല്ലോ, പക്ഷെ ഇനി തരാൻ പറ്റില്ല. അല്ല,
അതന്നെ. വേറെ എന്തോ പറയാൻ വന്നു. മിഥുനേട്ടന്റെ മുഖത്തിന് കള്ള ലക്ഷണവും വരുന്നുണ്ട്, നല്ല ലക്ഷണവും വരുന്നുണ്ട്. ഇതിൽ ഏതാ വിശ്വസിക്കേണ്ടതെന്ന് കൺഫ്യൂഷൻ ആയി പോവാണ്. ആ ലക്ഷണം നമുക്ക് മാറ്റാൻ പറ്റില്ലല്ലോ. ഉത്തരം തൃശൂർ തന്നെയാണ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു താങ്ക് യു താങ്ക് യു. മീനാക്ഷി മിഥുൻ ചേട്ടാ ഞാനേ ആ. ഇത് ഗെയിം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുവായിരുന്നു. ഒന്നാമത് അത് പിടിക്കുന്ന രീതി പോലും അങ്ങനെയല്ല. അപ്പൊ അതുകൊണ്ട് വെറുതെ വല്ല കാര്യമുണ്ടോ മീനാക്ഷി? മിഥുൻ ചേട്ടാ ഈ ഗെയിം ചെയ്യാനായിട്ട് നല്ല ഉന്നമുള്ളവർ വേണം വരാനായിട്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഉന്നുള്ള ആരെങ്കിലും അങ്ങോട്ട് വിടാം. ഗെയിം കണ്ടപ്പോ മനസ്സിലായല്ലോ, ബേസിക്കലി ഒന്നുമില്ല. ഈ ഒരു കോക്കത ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വിടുക. അപ്പം ഞാൻ ചെയ്ത അങ്ങനെ പോലെ പോകരുത്. അതെ അതെ, അതാണ് കാണിച്ചത്. ഞാൻ ചെയ്ത പോലെ ചെയ്യരുത്. ആ ബോക്സിനകത്തേക്ക് നിങ്ങളുടെ കോക്ക് വീഴണം. ഒരെണ്ണം ഇട്ടാ മതി. ഒറ്റ ഒരെണ്ണം മതി. യെസ്, ഒറ്റ ഒരെണ്ണം മതി. അപ്പൊ ടാസ്ക് കംപ്ലീറ്റഡ് ആവുന്നതായിരിക്കും. റോഷൻ പറയുന്നേ എനിക്കിതൊരു ടാസ്കേ അല്ല. ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് മിസ്റ്ററി ബോക്സ് എടുത്ത് പുറത്തേക്ക് കടക്കാനുള്ള യുവർ ടൈം ഇസ് 45 seconds. ഒരു കാര്യം മനസ്സിൽ വെക്കുക, ഇവിടെ വെച്ച് ബോക്സ് ഓപ്പൺ ചെയ്യരുത്. നമ്മുടെ സ്വന്തം മിഥുൻ ചേട്ടനായിരിക്കും ബോക്സ് ഓപ്പൺ ചെയ്യുന്നത്. റോഷ റെഡി അല്ലേ? റോഷ റെഡിയാണ്. ഇനി മീനാക്ഷി എന്തായിരിക്കും അതിന്റെ ഉള്ളിൽ വെച്ചതെന്നാണ് എനിക്ക്. ഓടൂ, വാരൂ, നേടൂ, go. Yes, റോഷൻ, ഒരെണ്ണം മതി. ഉന്നുള്ള ആളാന്നല്ലേ പറഞ്ഞേ, വെല്ലു വിളിച്ചതല്ലേ? വീണു. Bye bye. കിട്ടി കിട്ടി. റോഷനെ സംബന്ധിച്ച് ആ ചെറിയ ആ ബോക്സിലേക്ക് കോക്കിടുന്നതൊക്കെ സിമ്പിൾ ഒരുമാതിരി വാക്ക് ഇൻ ദ പാർക്ക് അല്ലേ? ഇത് ചേട്ടൻ നെഞ്ചിടിക്കുന്നുണ്ട് അതിന്റെ ഉള്ളിൽ എന്താന്ന് ആലോചിച്ചിട്ട്. നമുക്കത് കുഴപ്പമില്ല, അത് നോക്കാം. പക്ഷെ അതുപോലല്ലോ പുറത്തു പോയാലും ഇത്രയും സമയക്കുറവ് കൊണ്ട് ആ ഗെയിം ജയിച്ച് വന്നു എന്നുള്ളതാണ്. മീനാക്ഷിയുടെ ആ ചലഞ്ചൊക്കെ പുഷ്പം പോലെ സിമ്പിൾ. അപ്പോ തുറക്കട്ടെ? തുറക്കാം. മിഥുൻ ചേട്ടൻ ഒന്ന് മുഖത്തെ ഒരു പോസിറ്റിവിറ്റി കാണിച്ചു തരുമോ? മുഖത്ത് പോസിറ്റീവായിട്ടല്ലേ ഇരിക്കുന്നത്? ഭയങ്കര നെഗറ്റിവിറ്റി അല്ലോ മിഥുൻ ചേട്ടൻ മുഖം അങ്ങനെ ആക്കിയിട്ടോ? ഇല്ല ഭയങ്കര ന്യൂട്രൽ. ഇത് കാണുമ്പോഴേ അറിയാം നല്ലതാണ്. മിഥുൻ ചേട്ടൻ ഇനിയിപ്പോ വേറെ നമുക്ക് നെഗറ്റീവ് ആണെങ്കിൽ അത് തുറക്കണ്ട, അടുത്ത കളി. പക്ഷെ ഭയങ്കര വലിയ നെഗറ്റീവിന്റെ പ്രശ്നമില്ല. പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഭാഗ്യമായിട്ട് വേണമെങ്കിലും കണക്കാക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് എന്നല്ലേ മീനാക്ഷി അത് ഇത്രയും പെട്ടെന്ന് ടാസ്ക് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴേ ചിലപ്പോ നമുക്ക് അങ്ങനെയുള്ളൊരു ഭാഗ്യത്തില് ആ ഭാഗ്യം നന്നായല്ലോ. ഈ ഭാഗ്യം ചിലപ്പോ ഒന്ന് മര്യാദയ്ക്ക് നോക്കി ചിലപ്പോ കാർ അടിച്ചെന്നിട്ടായിരിക്കും. എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ അവിടെ ഇരിക്കുന്ന സാധനങ്ങൾ, അതില് നിങ്ങളുടെ സാധനങ്ങൾ ഏതൊക്കെയാണ്? ആ ഇരിക്കുന്ന 2 അയൺ ബോക്സ്, ആ മിക്സ് ഗ്രൈൻഡർ, ആ അത്രയും സാധനം. ഗ്രോസറീസ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്ന് മുഴുവനായി വാക്യൂം ചെയ്ത് കളയാനുള്ള ഒരു വാക്യൂം ക്ലീനർ കിട്ടിയിട്ടുണ്ട്. ഇതാണോ കുറച്ച് വീട്ടിലോട്ട് പോകുമ്പോ കയ്യിലൊരു വാക്യൂം ക്ലീനർ ആയിട്ടാണ് പോകുമ്പോണേ. അതിന്റെ ഒരു കുറവുണ്ടായിരുന്നു വീട്ടിലാ. ഞാനിത് അവരെ ഏൽപ്പിക്കട്ടെ. ഓക്കെ, സേഫ് അല്ലേ? സേഫ് ആയിട്ട് പുള്ളി വെച്ചോളൂ കേട്ടോ. അപ്പോ കൺഗ്രാറ്റുലേഷൻസ്, യു ആർ ഗോയിങ് ഹോം വിത്ത് എ വാക്യൂം ക്ലീനർ ഫ്രം പിട്ടാപ്പള്ളി ഏജൻസീസ് കേട്ടോ. ഓക്കെ, താങ്ക് യു. കൺഗ്രാറ്റുലേഷൻസ്. രമ്യ, അടുത്ത നിങ്ങൾക്കുള്ള ചോദ്യമാണ്. ആ ചോദ്യത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇപ്പൊ അതിനകത്ത് ഒരുപാട് ഓപ്ഷൻസിൽ ഒരെണ്ണം സിനിമ കണ്ടു. രമ്യയുടെ പുതിയ സിനിമകളെ പറ്റി പറഞ്ഞില്ലല്ലോ. ഈ മാസം ഒരെണ്ണം ഇറങ്ങുന്നുണ്ട്. ഏതാ? ഈ മാസം 28-ാം തീയതി നേമം പുഷ്പരാജ് സാറ് ഡയറക്ട് ചെയ്ത ശരി രണ്ടായാമം. ശരി. സ്വാസിക, ധ്രുവൻ, ജോയ് മാത്യു, നമ്മുടെ എ ഓട്ടോയിലെ രേഖ ചേച്ചി, ഞങ്ങൾ രണ്ടുപേരും കൂടി ചെയ്യുന്ന ഒരു തമിഴ് സിനിമയാണ്. അതേതാ? അത് ഇപ്പോ ഫ്ലൈറ്റ് മോഡാണ്, ശരിക്കും അത് ഫിക്സ് ആയിട്ടില്ല. രാംപ്രകാശ് രായപ്പ ഡയറക്ട് ചെയ്യുന്ന. അതിലും ഞാൻ അമ്മ, ഇവള് എന്റെ മോനെ വളച്ചെടുക്കുന്ന കുട്ടി ആണോ? വശീകരിക്കുന്ന കുട്ടിയാണ്. അതെ അതെ അതെ. ഓക്കെ, വളരെ നല്ല ഒരു ഇതുണ്ട്, ഒരു കംപ്ലീറ്റ് ഒരു കെമിസ്ട്രി ഉണ്ട്. സെറ്റിലൊക്കെ ഭയങ്കര ഫേമസ് ആണ് ഞങ്ങളുടെ കെമിസ്ട്രി അല്ലേ? ബോണ്ടും വൈബും ഒക്കെ മനസ്സിലായി, ഇപ്പൊ വളരെ കൃത്യമായിട്ട് കാണാനുണ്ട്. അപ്പോ എന്തായിരുന്നാലും ആ കെമിസ്ട്രി ഇനി ഇവിടെ വർക്ക്ഔട്ട് ആവോ ഇല്ലേ എന്നുള്ളത് നോക്കാം. ഓക്കെ, നിങ്ങളുടെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ചോയ്സ് ഓഫ് ടോപ്പിക്: ഇന്ത്യ, മലയാള സിനിമ, നാവുവഴക്കം, സാഹിത്യം, കായികം. വലുതായിട്ട് അറിവൊന്നുമില്ല, എന്നാലും ഉള്ളത് ഈ മലയാള സിനിമ ആയിരിക്കും. മലയാള സിനിമ ഒരു ഇച്ചിരിയെങ്കിലും അറിയാവുന്ന മലയാള സിനിമയായിരിക്കും അല്ലേ? പക്ഷെ അല്ല, അങ്ങനെ ചോദിച്ചാൽ അങ്ങനെ വലിയ ഇതായിട്ടും അറിയത്തില്ല.
എന്നാലും നമുക്ക് നോക്കാം. മലയാള സിനിമയെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യം എന്താണെന്ന് നോക്കട്ടെ. ട്രൈ. 1951 ഡിസംബർ 20 കോലാലംപൂരിൽ ജനിച്ച ഈ നടൻ റാംജി റാവു സ്പീക്കിംഗ് എന്ന ചിത്രത്തിലെ ടൈറ്റിൽ കഥാപാത്രത്തിലൂടെയാണ് പ്രേക്ഷക പ്രീതിയിലേക്ക് ഉയർന്നത്. ആരാണ് ഇദ്ദേഹം? റാംജി റാവു സ്പീക്കിംഗ്. ആരായിരിക്കും ആ നടൻ? അയ്യോ എങ്ങനെയൊക്കെ ചോദിക്കുമ്പോ എനിക്ക് അല്ല, വളരെ ആലോചിച്ച് നോക്കുക. ആ ചോദ്യത്തിൽ തന്നെ ഏതാണ്ട് കുറെയൊക്കെ ഉത്തരം കിടപ്പുണ്ടല്ലോ. ചിത്രത്തിന്റെ പേര് റാംജി റാവു സ്പീക്കിംഗ് എന്നാവുമ്പോൾ രമ്യ ആരായിരിക്കും ടൈറ്റിൽ? റാംജി റാവു സ്പീക്കിംഗ്. അപ്പൊ ആരായിരിക്കും പടത്തിന്റെ പേര്? റാംജി റാവു സ്പീക്കിംഗ്. ടൈറ്റിൽ ക്യാരക്ടർ എന്ന് പറയുമ്പോ എന്തായിരിക്കും? ടൈറ്റിൽ ക്യാരക്ടർ എന്ന് വെച്ചാൽ ടൈറ്റിലിൽ ഉള്ള പേര് അഭിനയിച്ച ആള്. എനിക്കൊന്നും തലയിലോട്ട് കയറുന്നില്ല. റാംജി റാവു പറഞ്ഞു കൊടുക്കരുത്. ഒരാളെ സിനിമയിലല്ലേ? ഇത്ര വലിയൊരു നാണക്കേട് സിനിമയിലല്ലേ? റാംജി റാവു സ്പീക്കിംഗ് കണ്ടിട്ടുണ്ടോ പടം? കണ്ടിട്ടില്ലേ? അപ്പോ സിദ്ദിഖ് ലാൽ ആദ്യമായിട്ട് സംവിധാനം ചെയ്ത ഈ ചിത്രത്തിലെ ടൈറ്റിൽ കഥാപാത്രം, അതായത് റാംജി റാവു എന്ന് പറയുന്ന കഥാപാത്രം അവതരിപ്പിച്ചാരാണ്? റാംജി റാവു സ്പീക്കിംഗ്. എനിക്കിതെന്താ ഓർമ്മ കിട്ടാത്ത? എനിക്ക് മനസ്സിലായി. എനിക്ക് ആളെ മനസ്സിലായി. എനിക്ക് മനസ്സിലായി. പേര് എടി അതല്ലേ അവര് ചോദിച്ചത് പേര്. ചേച്ചി മറ്റേ ആളില്ലേ? ഏത് മറ്റേ ആളില്ലേ? നമുക്ക് പോയി കിടന്ന് ഉറങ്ങിട്ട് വന്നാലേ സംഭവം. എന്റെ പറയടി. വിജയരാഘവൻ. ഉത്തരമാണെങ്കിൽ ആ ഉത്തരമാണെന്ന് എന്റെ അടുത്തൊന്നും കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ട്. ഉത്തരം വിജയരാഘവൻ സർ. ആണോ? ഈ ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ട് കാണിക്കാവുള്ള പോലെ ഉറപ്പായും ഞാൻ ഒരിക്കലും ഇതൊന്നും കാണിക്കില്ല മല്ലയ്യ. ഇനി ഏറി കയറാൻ എനിക്ക് പറ്റൂല. പേരൊന്ന് ഉത്തരം ഉറപ്പിച്ച് പറഞ്ഞു തരുമോ എനിക്ക്? വിജയരാഘവൻ സർ. വിജയരാഘവൻ അല്ലേ? അതാണ് ഉത്തരം. ശരി ഉത്തരവാണ്. ശരി കൺഗ്രാചുലേഷൻ മക്കളെ, നിങ്ങൾ വന്നിരിക്കണേ ഇതിന് പകരം. മിഥുന് സത്യമായിട്ടും ഈ ഭാഗങ്ങൾ പരിപാടിയില്ല. മിഥുൻ ചേട്ടാ, ഇവരെ നമ്മളായിട്ട് മുട്ടിക്കാൻ പറ്റുന്നുണ്ടോ അവർക്ക്? എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നില്ല. അതാണ്. പക്ഷെ ഇവർക്കായിരുന്നു അത് സംഭവിച്ചെങ്കിൽ ഒന്നും സംഭവിക്കില്ല. രണ്ടുപേരും സിനിമയിൽ ഒരിതുണ്ടായിരുന്നു. പക്ഷെ ആ പേര് എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ട് നേരത്തെ ആക്ഷൻ കളിച്ചു. മറ്റേ ഇങ്ങനെ ആളെന്നൊക്കെ പറഞ്ഞിട്ട് അല്ല, ഞാൻ പുള്ളിനെ തന്നെ ഉദ്ദേശിച്ചു. പക്ഷെ എനിക്ക് പേരെനിക്ക് മാമുക്കയുടെ ആക്ഷൻ കാണിച്ചിട്ട് വിജയരാഘവനാണെന്ന് പറഞ്ഞു. നമ്മളെല്ലാരും വിജയരാഘവൻ സാറിനെ വിളിക്കുന്നത് കുട്ടേട്ടൻ. അപ്പൊ കുട്ടേട്ടാ, ഇനി ഇവരെ ഏതെങ്കിലും സെറ്റ് വെച്ച് കാണുകയാണെങ്കിൽ ആ സ്നേഹം അറിയിച്ചേക്കണേ കേട്ടോ. എന്ത് ഹിറ്റായതാ കഥാപാത്രം. ഒരിക്കലും ഇല്ല. ഇത്രയൊക്കെ നമുക്ക് ഓർത്തെടുക്കണമെങ്കിൽ ഒരിക്കലും ആ കഥാപാത്രം ഹിറ്റ്. എനിക്കിങ്ങനെ ചോദിക്കുമ്പോ എനിക്ക് ഭയങ്കര ഞാൻ വിചാരിച്ചു ഇനി ചോദ്യം കൺഫ്യൂസിംഗ് ആയതുകൊണ്ട് മാറ്റണമെന്ന് പറഞ്ഞു. അഭിനയിച്ചതാര്? അദ്ദേഹം ജനിച്ചത് കോലാലംപൂരിലാണ്. ഐമനത്താ താമസിക്കുന്നത്. ശ്രീ എൻ പിള്ളയുടെ മകനാണ് അദ്ദേഹം. അറിയാം, വീടറിയാം. ആണോ? ഐമനത്ത് താമസിച്ച ആള് കോലാലംപൂരിലൊക്കെ ജനിച്ച തെറ്റാണെന്നാണ്. വീട്, നാട്, നാള് ഒക്കെ അറിയാം, പേരെനിക്കറിയാം. എന്താറിയോ, കോലാലംപൂർ എന്നൊക്കെ കേട്ടപ്പോ കുറച്ച് അങ്ങനെ ചിന്തിച്ചു. എന്നിട്ടാണല്ലോ സായികുമാർ ഉത്തരം പറഞ്ഞു. ശരി, അയ്യോ എനിക്ക് വയ്യ. ഈ എപ്പിസോഡ് ഇറങ്ങുമ്പോ എന്തായിരിക്കും അവസ്ഥ അറിയില്ല. എന്തായാലും നിങ്ങളെ ശൂന്യാകാശത്ത് താഴോട്ട് കൊണ്ടുവരാനുള്ള ഒരു സാധനം നമ്മൾ കൊണ്ടുവരുന്നുണ്ടായിരിക്കും കേട്ടോ. റെഡി? അടുത്ത ഗെയിം എന്താണെന്ന് അറിയണ്ടേ? റെഡി? മീനാക്ഷി. അപ്പൊ ദിവ്യചേച്ചി കഴിഞ്ഞതൊക്കെ മറന്നേക്കൂ. ഗെയിം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ ടേബിളിൽ 2 ബോട്ടിൽസ് ഉണ്ട്. ബോട്ടിൽ ബാലൻസിംഗ് എന്നാണ് നമ്മുടെ ഈ ഒരു ഗെയിമിന്റെ പേര്. ഇതിൽ ഏതെങ്കിലും ഒരു ബോട്ടിൽ ഇതാ ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്ത് ബാലൻസ് ചെയ്ത് നിർത്തുക. ഇതാണ് ഒരെണ്ണം നിർത്തിയാൽ മതി. ഒരെണ്ണം നിർത്തിയാൽ മതി. ഒരുമിച്ച് എറിയണോ? ഒരുമിച്ച് എറിയണ്ട. ലൈക്ക് അറ്റ് എ ടൈം ട്രൈ ചെയ്താൽ മതി. ഒരെണ്ണം എക്സ്ട്രാ തന്നേ ഉള്ളൂ. എങ്ങനെ ഈ ബോട്ടിലിന്റെ വെയിറ്റ് പറ്റുന്നില്ലെങ്കിൽ വേണമെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ. അപ്പൊ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ മുന്നിലായിട്ട് 3 മിസ്റ്ററി ബോക്സസ് ഇരിക്കുന്നുണ്ടാകും. ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈം 45 സെക്കൻഡ്സ്. ഇവിടെ വെച്ച് ബോക്സ് തുറക്കാൻ പാടില്ല. നമ്മുടെ മിഥുൻ ചേട്ടനായിരിക്കും ബോക്സ് തുറക്കുക.
ആരാ പോകുന്നേ? The great legend. രമ്യ. രമ്യ അല്ലേ ഇന്ന് അവിടെയും പോയി ഞാൻ അരിവിറക്കിട്ട് വരും. രമ്യ റെഡി. ഇത്തവണ എല്ലാം നമ്മൾ ഇതിലൂടെയാണ് ഇതെല്ലാം മാറ്റിയെടുക്കാൻ പോണേ. രമ്യ ആ പോയിട്ട് വരുന്ന തിരിച്ചു വരവ് ഞാൻ സ്ലോ മോഷനിലിട്ട് കാണും. ഓടൂ വാരൂ നേടൂ ഗോ. Yes, രമ്യ ചേച്ചി ഓടി വരൂ, ഓടി വരൂ, ഓടി വരൂ, ഓടി വരൂ. This side, this side, this side. Yes, 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 yes. Flip. Mystery box, mystery box. Bye bye. സമയം എന്ന് പറഞ്ഞാൽ ലാവിഷ് സമയം. നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഒരുപാട് സമയം ഉണ്ടായിരുന്നു കേട്ടോ. ഉത്തരം പറയാൻ ഒരുപാട് സമയം എടുത്തെങ്കിൽ അകത്ത് പ്രശ്നമാണ്. വിൽ ടേക്ക് ഇറ്റ്. പക്ഷെ ഞാൻ ചോദിക്കുന്നത് എങ്ങനെ ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നിട്ടുള്ള കളിയും കാര്യങ്ങളും ഒക്കെ? ഡിഡ് യു എൻജോയ്? അപ്പൊ we are going to eliminate. എലിമിനേഷൻ ആണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പക്ഷെ ഞാൻ പറഞ്ഞ വെച്ചാൽ ഈ സാധനങ്ങളൊക്കെ വിൻ ചെയ്യുമ്പോ ഒക്കെ കിട്ടുന്ന ഒരു സന്തോഷം ഭയങ്കര രസമല്ലേ? Yes. ശരിക്കും ഞാൻ പറഞ്ഞ നമുക്ക് ഇതൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റാത്ത സാധനങ്ങളൊന്നുമല്ല. പക്ഷെ എന്നാലും നമുക്കിപ്പൊ കളിച്ച് നേടുന്ന സമയത്ത് അത് ഒരു ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് അല്ലേ? ഞങ്ങൾ പറഞ്ഞ് സമാധാനിച്ച് എന്താ വന്നേന്നറിയോ? ഇതൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ആയിട്ട് എടുക്കാം. ഒന്നും കിട്ടിയില്ലെങ്കിലും നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ലേ? തീർച്ചയായും അതാണ് സ്പിരിറ്റ്. ഫ്രീ പോലെ ഇച്ചിരി നാണക്കേടും. ഒരു നാണക്കേടില്ല. ഗംഭീരമായിട്ട് നിങ്ങൾ ഗെയിം കളിച്ചു. ഞാൻ പറഞ്ഞ തുടക്കം തൊട്ട് നിങ്ങളെല്ലാം ഭയങ്കര സ്പോർട്സ്മാൻ സ്പിരിറ്റ് തന്നെയാണ് കളിച്ചത്. ഐ എം റിയലി സോറി ടു സേ ദാറ്റ് യു ഗൈസ് ആർ വിന്നിംഗ് എ വാട്ടർ ഹീറ്റർ. Congratulations! ഡബിൾ ട്രബിൾ എന്ന് പറയുന്ന തേർഡ് റൗണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. യു ആർ മൂവിംഗ് ഇൻ ടു ദ റൗണ്ട് 4. ഇവിടെയാണ് നമ്മളെ എലിമിനേഷൻ എന്ന് പറയുന്ന സംഭവം അറ്റ്ലീസ്റ്റ് ഒരു ടീമിനെങ്കിലും സംഭവിക്കാൻ പോകുന്നത്. ചിലപ്പോൾ 2 ടീമിനും സംഭവിച്ചതും വരാം. എങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ചോദ്യങ്ങൾ. ഈ 3 ചോദ്യങ്ങൾ ഓപ്പൺ ആണ്. ബസർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ആർക്ക് ആദ്യം ഉത്തരം പറയണമെന്ന് തീരുമാനിക്കാം. ഈ 3 ചോദ്യങ്ങളിൽ 2 ചോദ്യമെങ്കിലും ഒരു ടീം ആൻസർ ചെയ്തിട്ടുണ്ട് എങ്കിലേ ടാസ്ക് ചെയ്യാൻ പറ്റുള്ളൂ. ടാസ്ക് ചെയ്ത് അത് വിൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അടുത്ത റൗണ്ടിലോട്ട് പോകാൻ പറ്റുള്ളൂ. ദാറ്റ് ഇസ് റൗണ്ട് നമ്പർ 5, ദ മെഗാ പ്രൈസ് റൗണ്ട്, വേർ യു ക്യാൻ വിൻ ഒരു കാറും ഒരു ഇലക്ട്രിക് സ്കൂട്ടറും. ആരും 2 ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ഗെയിം എൻഡ്സ് ദേർ. ഓക്കെ, റെഡി? ക്വസ്റ്റ്യൻ നമ്പർ 1. കേരളത്തിൽ ഏത് വസ്തുവിനെ സൂചിപ്പിക്കാനാണ് ജോർജ് കുട്ടി എന്ന പ്രയോഗം ഉപയോഗിച്ചിരുന്നത്? ജോർജ് കുട്ടി എന്ന പ്രയോഗം എന്തിനെ സൂചിപ്പിക്കാനാണ് കേരളത്തിൽ ഉപയോഗിക്കുന്നത്? പൈസ. പൈസ, പണം അല്ലേ? കാശിനെ സൂചിപ്പിക്കാനാണ് അത് ഉപയോഗിക്കുന്നത്. കേരളത്തിൽ എല്ലായിടത്തും ജോർജ് കുട്ടി എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നത് അത് പണം എന്ന് ഡിനോട്ട് ചെയ്യാൻ തന്നെയാണ്. കറക്റ്റ് ആൻസർ. മനസ്സിലാക്കുക, 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഒരെണ്ണവും കൂടി നിങ്ങൾക്ക്, അതായത് അടുത്ത ക്വസ്റ്റ്യൻ ഇവർ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ ദേ ഓട്ടോമാറ്റിക്കലി ഗോ ഇൻ. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങളാണ് ആൻസർ ചെയ്യണമെങ്കിൽ 3ാമത്തെ ചോദ്യമായിരിക്കും ടൈ ബ്രേക്ക്. ഓൾ ദി ബെസ്റ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 2. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിലാണ് കുരുക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്? വാ, ഒരു ചിന്ത പോലും ഇല്ലാണ്ട് ഞാനൊന്ന് വേണമെങ്കിൽ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി പറയാം. കുരുക്ഷേത്രം എന്താണ് എന്നുള്ളത് അറിയാമോ? എന്താണ് കുരുക്ഷേത്രം? അയ്യോ, ഉത്തരം അറിയൂല. അപ്പൊ വെറുതെ നെക്കിയതാണെന്ന്. രാമായണവും ഉണ്ട്, മഹാഭാരതവും ഉണ്ട്. അയോധ്യ രാമായണത്തിന്റെയാണ്. അല്ല, അമ്മിച്ചേട്ടന്റെ ആ ഒരു പറയുന്നൊരു ആണ് കുരുക്ഷേത്രം. ഏത് മഹാകാവ്യത്തില് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ എപ്പിക്കിനെ ബേസ് ചെയ്തിട്ടാണെന്ന് ആലോചിക്കൂ. മഹാഭാരതം. ആ, അയോധ്യ ഇതിലാ വരുന്നത്. സോറി. ശരി, ഉത്തരം പറയും. ബസർ ബസ് ചെയ്തല്ലേ ഉത്തരം പറയും. അയ്യോ, അത് ശരിയല്ല. പറയൂ, ചിലപ്പോ അത് ശരിയാവാം. ന്യൂഡൽഹി. ഒരു സെക്കൻഡ്, അയോധ്യയാണെങ്കിലും ന്യൂഡൽഹിയിലാണെന്നാണ് വിചാരിച്ചത്.
ഇനി എന്നോട് കൂടുതലൊന്നും ചോദിക്കരുത്. ഉത്തരം അവസാനം പറയുന്നത് ന്യൂഡൽഹി എന്നാണോ? ഉറപ്പാണോ? ആ. ദേവിക ഈ രമ്യ പറയുന്നതിനോട് യോജിക്കുന്നുണ്ടോ? അതൊക്കെ ഇത് കൂടെ അറിയില്ല. അത് കുഴപ്പമില്ല. ന്യൂഡൽഹി ആണെന്നാണോ പറയുന്നത്? ഐ ആം സോറി, ഞാൻ നേരതാ ഓപ്ഷൻ തരൂ. ഓപ്ഷൻ ഇല്ല. ഫസ്റ്റ് അക്ഷരം UP. ഉത്തരം ഉറപ്പിച്ച് പറയുകയാണെങ്കിൽ പറയാം. അതെ, ഉത്തരം ഉറപ്പിച്ച് പറയണേ, സമയം കഴിഞ്ഞു. UP എന്നാണ് ഉത്തരം പറയുന്നത്. UP എന്നാണ് ഉത്തരം പറയുന്നത്. ഉറപ്പിച്ച് പറയാമോ? ഉറപ്പിച്ചു. ഉത്തർപ്രദേശ്, അതാണ് UP എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. ന്യൂഡൽഹി. വളരെയധികം സന്തോഷം നിങ്ങൾ രണ്ടുപേരും വന്നത്. ഉത്തരം തെറ്റാണ്. മഹാഭാരതം ഞാൻ വായിച്ചിട്ടില്ല, അതാ പ്രശ്നം. അപ്പോ എന്തായാലും ഉത്തരം ഹരിയാനയാണ്. ഹരിയാന. മനസ്സിലേ വന്നില്ല. ക്വസ്റ്റ്യൻ നമ്പർ 3. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ സച്ചിൻ തെണ്ടുൽക്കറെ 0 പുറത്താക്കിയ ഏക ബൗളർ ആരാണ്? രഞ്ജിയിലാണ്. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ സച്ചിൻ തെണ്ടുൽക്കറിനെ 0 പുറത്താക്കിയ ഏക ബൗളർ ആരാണ്? അറിയെങ്കിൽ പറഞ്ഞാടാ, ഞങ്ങളെങ്കിലും കേട്ടോ. ചേച്ചി പറഞ്ഞോ? ചേച്ചിക്കല്ലത് കിട്ടുന്നത്. രഞ്ജി ട്രോഫി ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് കളി? ഈശ്വര, ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ച് എന്നെ ഇനിയും എന്റെ ചേട്ടനത് കണ്ട ഉറപ്പായിട്ട്. രഞ്ജി ട്രോഫി ഏത് കളിക്ക് വേണ്ടിയാ കളിക്കുന്നത്? ക്രിക്കറ്റ്. സമാധാനം. അല്ല, കാരണം ഇത്രയും നേരമുള്ള ഒരു ഇത് വെച്ചിട്ട് സച്ചിൻ തെണ്ടുൽക്കറിന്റെ കാര്യത്തിൽ എനിക്ക് ചെറിയ സംശയം, അതുകൊണ്ടാണ്. അപ്പോ അറിയില്ല. ദേവിക? ഇല്ല, എനിക്ക് ആ വലിയ വലിയ സമ്മാനങ്ങൾ എടുക്കാൻ ഒട്ടും താല്പര്യമില്ല. വണ്ടി വിളിക്കണം, കൊണ്ടുപോകണം, അതിന്റെ ആവശ്യമില്ല. അപ്പൊ എന്തായിരുന്നാലും നമുക്ക് നിർത്താം. ഭുവനേശ്വർ കുമാറാണ് ഇതിന്റെ ഉത്തരം. നോ ചാൻസ്. ഒരിക്കലും കിട്ടൂല. ഒരിക്കലും പറയില്ല. തീർച്ചയായും. ഇറ്റ് വാസ് സോ മച്ച് ഫൺ. ഞാൻ പറയട്ടെ, നിങ്ങൾ ഇത്രയും പേര് ഒരുമിച്ച് ആയിട്ടുള്ള ഇത്രയും സമയം ശരിക്കും എൻജോയ് ചെയ്തു. അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പൊ നമുക്കിത് അവസാനിപ്പിക്കണ്ടേ? അല്ലേ? വരൂ. അപ്പൊ എല്ലാവർക്കും കേട്ടോ, താങ്ക്സ് a lot for being with us. See you in the next episode. Take care and bye everyone.